സുരേനെ അറിയുവോ ഇല്ലയോ? എനിക്ക് പിന്നെ സുരേ അറിയത്തില്ലയോ? ഡൈവോഴ്സ് പകുതി റെഡി ആയിട്ടുണ്ട്. ഉറുമീസ് തമ്പാന്റെ മകളെ തട്ടിക്കൊണ്ടുപോയ 3 പേരെ നിങ്ങളിപ്പോൾ അറസ്റ്റ് ചെയ്തിട്ടുണ്ടാവും. അതിൽ നിങ്ങളറിയാത്ത 3 പേര് കൂടിയുണ്ട്. ബാലകൃഷ്ണനും ഗോപാലകൃഷ്ണനും ഒരു മാനർമത്തായി. പെമ്പിള്ളേരെങ്ങാനാണ് വന്യം കണ്ടല്ലേ എന്റെ വെപ്രാളൊന്നും കാണണം. നമ്മൾ മനുഷ്യരെ പോലെയല്ല, അതുങ്ങളും അങ്ങനെയൊക്കെയാണല്ലോ. ഇത്രയും ക്രൗഡ് ഉണ്ടായിട്ട് പോലും മോഹൻലാൽ അതിൻ്റെ ഇടയിൽ കൂടിയൊക്കെ വന്ന് തല കാണിച്ച് ഇങ്ങനെ വന്നു. ആ ഷോട്ട് ഒറ്റ ഷോട്ടിലാണ് എടുത്തത്. പക്ഷെ വളരെ കഷ്ടപ്പെട്ടെടുത്ത ഷോട്ടാണ് അത്. പക്ഷെ ഇപ്പൊ കണ്ടാലും നമുക്ക് അത്ഭുതം തോന്നും. Back again. So ഒരു 1 hour happy time. Are you ready to spend? നമുക്ക് ഒരുമിച്ച് ഒരു happy time spend ചെയ്യാം. So once again, welcome to Cutie the Beauty Soap Comedy Masters. Hi sir. Hi ka. Welcome to Comedy Masters. നമ്മളെപ്പോഴും ഒരുപാട് പഴയ വിശേഷങ്ങൾ അല്ലെങ്കിൽ ഓരോ സിനിമയുടെ കാര്യങ്ങളെല്ലാം നമ്മൾ ഡിസ്കസ് ചെയ്യാറുണ്ട്. അപ്പോൾ മെയിനായിട്ട് നമ്മൾ എപ്പോഴും പറയുന്നത് കാലത്തിനെ പറ്റിയാണ്. എത്ര പെട്ടെന്ന് കാലം കഴിഞ്ഞു പോയി, ഇന്നലത്തെ പോലെ തോന്നി എന്നൊക്കെ നമ്മൾ പറയുന്നുണ്ട്. ഈ ഒരു കാലത്തിനെ പറ്റി സംസാരിച്ച് തുടങ്ങാനാണ് ഞാൻ ഇന്ന് ആഗ്രഹിക്കുന്നത്, നിങ്ങളുടെ ഒരു പുറകിൽ നിന്ന് ഇതുവരെ ഉള്ളത്. പക്ഷെ അതിന് മുന്നേ ഒരു ഷോർട്ട് വീഡിയോ നമ്മൾ കാണുമ്പോൾ നിങ്ങളും കുറേ എനിക്ക് തോന്നുന്നു നിങ്ങൾക്ക് 3 പേർക്കും കുറേ കാര്യങ്ങൾ റിലേറ്റ് ചെയ്യാൻ പറ്റും. സോ ആ ഒരു വീഡിയോ ഒന്ന് നമുക്ക് കണ്ടിട്ട് നമുക്ക് ഒരുപാട് സംസാരിക്കാം. വളരെ ഷോർട്ട് വീഡിയോ, പക്ഷെ അത് ഒരുപാട് കാര്യങ്ങൾ ഓർമ്മിപ്പിച്ചു, ഒരുപാട് കാര്യങ്ങളെ പറ്റി സംസാരിച്ചു. ഞാൻ സിദ്ദിഖ് സാറിൽ തന്നെ തുടങ്ങാം. അപ്പൊ ആ ഒരു തുടക്കത്തിൽ നിന്ന് ഇതുവരെയുള്ള ഈ ഒരു കാലം എങ്ങനെയാണ് അത് നോക്കിക്കാണുന്നത്? ഇവിടെ എത്താൻ വേണ്ടിയിട്ട് തുടങ്ങിയ തുടക്കമൊന്നുമല്ല അത്. അന്ന് നമുക്ക് കഴിയുന്ന കാര്യങ്ങൾ ചെയ്യുക, ഏറ്റവും നന്നായി ചെയ്യുക. അന്ന് പണമോ പൈസയോ അല്ലെങ്കിൽ പ്രശസ്തിയോ ഒന്നുമല്ല നോക്കിയിരുന്നത്. നമ്മുടെ ഒരു ടാലൻസ് അല്ലെങ്കിൽ നമ്മളെ ആളുകൾ അംഗീകരിക്കണം, നമ്മൾ കാണുന്നത് ആളുകൾ എൻജോയ് ചെയ്യണം എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് ഇതെല്ലാം ചെയ്യുന്നത്. പതുക്കെ പതുക്കെയാണ് അതിൽ നിന്ന് പണം കിട്ടാൻ തുടങ്ങിയത്, പ്രശസ്തി കിട്ടാൻ തുടങ്ങിയത്, അത് സിനിമയിലേക്കുള്ള വഴി തുറന്നത് ഒക്കെ. അപ്പോൾ ഒന്നും പണത്തിന് വേണ്ടിയോ പ്രശസ്തിക്ക് വേണ്ടിയോ അല്ലെങ്കിൽ പിന്നീട് ഇങ്ങനെ സിനിമയിലെത്താൻ വേണ്ടിയോ അല്ല ഇതൊക്കെ ചെയ്തത്. ഇതൊക്കെ അപ്പോൾ നമുക്ക് തോന്നിയ കാര്യങ്ങൾ ചെയ്തതാണ് ഈ മിമിക്രി എന്ന് പറയുന്നത്. പിന്നെ ആ സൗഹൃദ ഒരു വലയമുണ്ടായിരുന്നു ഞങ്ങൾക്കൊരു വലിയ, എല്ലാവരും നല്ല തമാശ പറയുന്നവരാണ്, തമാശക്കാരാണ്. അതിൻ്റെ ഒരു വലിയ ഒരു ബാക്കിങ് അല്ലെങ്കിൽ ബാക്കപ്പ് നമുക്കുണ്ട്. എപ്പോഴും ഏത് സന്ദർഭത്തിലും തമാശ ജനറേറ്റ് ആവും. നമുക്ക് പെട്ടെന്ന്, വളരെ പെട്ടെന്ന് തമാശ വരും. അത് ചില സമയത്ത് അപകടകരമായ തമാശയായിരിക്കും, ചില സമയത്ത് നല്ല രസമുള്ള തമാശയായിരിക്കും. അപ്പോൾ അത് അപ്പുറത്ത് നിൽക്കുന്ന ആള് തമാശ എൻജോയ് ചെയ്തിട്ടില്ലെങ്കിൽ വലിയ പാടാണ്. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള തമാശകൾ വരും. അതൊക്കെ നമുക്ക് ഈ സൗഹൃദം ആ കാലഘട്ടത്തിലെ, കോളേജ് കാലഘട്ടത്തിലെ അല്ലെങ്കിൽ 10ാം ക്ലാസ് കഴിഞ്ഞിട്ടുള്ള ആ കാലഘട്ടത്തിലൊക്കെ കിട്ടിയിട്ടുള്ള അനുഭവങ്ങളിൽ നിന്നാണ് ഇതിൻ്റെ ഒരു ഗ്രാമർ നമ്മൾ പഠിക്കുന്നത്. പിന്നെ സ്റ്റേജിൽ നിന്ന് നമ്മൾ ചെയ്യുമ്പോഴും സ്റ്റേജ് പെർഫോം ചെയ്യുമ്പോഴും ഒക്കെ നമ്മളറിയാതെ പഠിച്ച കുറേ പാഠങ്ങളുണ്ട്. അതായത് ഓഡിയനെ എങ്ങനെയാണ് പിടിച്ചിരുത്തുക, എങ്ങനെയാണ് ഓഡിയനെ നമ്മളിലേക്ക് തന്നെ ഇങ്ങനെ ശ്രദ്ധിച്ച് ഇരുത്തുക എന്ന് പറയുന്ന ഒരു മാജിക് ഉണ്ട്, അല്ലെങ്കിൽ ഒരു തന്ത്രമുണ്ട്. ആ തന്ത്രം സ്റ്റേജ് കലാകാരന്മാർക്കൊക്കെ ഉണ്ട്. അപ്പോൾ സ്റ്റേജിൽ പെർഫോം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഓഡിയൻസ് അതിൽ നിന്നും ഡിറ്റാച്ച്ഡ് ആകുന്നു എന്ന് കാണുമ്പോൾ നമ്മൾ വളരെ പെട്ടെന്ന് അത് അവരെ തിരിച്ചു പിടിക്കാനുള്ള ശ്രമം. അപ്പോൾ അങ്ങനെ ഓഡിയൻ്റെ പൾസ് അത് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം നമ്മളെല്ലായിടത്തും യാത്ര ചെയ്തിട്ടുണ്ട്.
ഇതൊക്കെ ഈ അനുഭവം ഉണ്ടാക്കാൻ വേണ്ടി ചെയ്ത കാര്യങ്ങളല്ല, അങ്ങനെ ഉണ്ടായി വന്നതാണ്. അപ്പോൾ ഒരുപാട് കാലത്തെ ഒരുപാട് ശ്രമങ്ങളുടെ ഒരു എന്താ പറയുക, ഒരു ആകത്തുകയാണ് ഇന്ന് ഞാനോ അല്ലെങ്കിൽ ലാലോ ഒക്കെ അനുഭവിക്കുന്ന ഇന്നത്തെ ഈ പ്രശസ്തി അല്ലെങ്കിൽ ഇന്നത്തെ ഈ ഒരു പോപ്പുലാരിറ്റി ഒക്കെ. നമുക്ക് ജീവിതത്തിൽ വിജയം നേടിയവരെല്ലാവരെയും എടുത്താൽ ഈ ബാല്യകാലത്താണ് അവർ, അല്ലെങ്കിൽ അവരുടെ ആ ചെറുപ്പകാലത്താണ് അവരുടെ ബേസ് ഉണ്ടാക്കുന്നത്. ആ ബേസ് ഉണ്ടാക്കാൻ സാധിച്ചു എന്ന് പറയുന്നത് തന്നെയാണ് ഞങ്ങളുടെ ഏറ്റവും വലിയ ഭാഗ്യം. അതിന് കലാഭവൻ പോലുള്ള ഒരു വലിയ ഒരു പ്ലാറ്റ്ഫോം നമുക്ക് കിട്ടി. അതുമൊക്കെ അങ്ങനെ. അതേപോലെ തന്നെ ഞാനും ലാലും ഒരു നല്ല ഗുരുനാഥൻ്റെ അടുക്കലാണ് ചെന്നുപെട്ടത്. ഫാസിൽ സാർ എന്ന് പറയുന്ന ഒരു മഹാപ്രതിഭയുടെ കൂടെയാണ് ഞങ്ങൾ ചെന്നത്. അപ്പോൾ അവിടെ നിന്നാണ് സ്ക്രിപ്റ്റിൻ്റെ ഗ്രാമർ പഠിക്കുന്നത്, ഷൂട്ടിങ് പഠിക്കുന്നത്, പിന്നെ ക്യാമറയുടെ ഗ്രാമർ പഠിക്കുന്നത്, ഒക്കെ പഠിക്കുന്നത് അവിടെ നിന്നാണ്. അപ്പോൾ അങ്ങനെ ഭാഗ്യം ഒരുപാട് കാര്യങ്ങളിൽ ഞങ്ങളെ തുണച്ചിട്ടുണ്ട്. തിരിഞ്ഞു നോക്കുമ്പോൾ നമ്മൾ ഒരുപാട് മുന്നോട്ട് വന്നിരിക്കുന്നു എന്ന് അറിയുന്നത് നമ്മളോടൊപ്പം ഉണ്ടായിരുന്ന പലരും പല വഴിക്ക് വളരെ ദൂരെ നിൽക്കുമ്പോഴാണ് നമുക്ക് മനസ്സിലാവും നമ്മൾ വളരെ ദൂരെ വന്നിരിക്കുന്നു. മാമുക്കോയ സാർ, ഇത്രയും വർഷങ്ങൾ പിന്നിടുമ്പോൾ എത്രത്തോളമാണ് ഈ ഇൻഡസ്ട്രി ചേഞ്ച് ചെയ്തതെന്ന് തോന്നുന്നത്? ചേഞ്ച് ആയിന്ന് നമുക്ക് തോന്നുന്നില്ല, ചേഞ്ച് ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷെ നമ്മൾ അന്നും ഇന്നും എന്നും ഒരുപോലെ ഇവിടെ എന്തെങ്കിലും ആവണം, ഇനി മുന്നോട്ട് വരേണ്ടതുണ്ട് എന്നുള്ളൊരു ആഗ്രഹത്തിൽ തന്നെയാണ് ഇവിടെ നിൽക്കുന്നത്. പിന്നെ പഴയ കാലത്ത് സിദ്ദീഖ് പറഞ്ഞാൽ ഒരുപാട് ആളുകളുടെ കൂട്ടായ്മ, ഒരേ മനസ്സിൽ വളരെ ശക്തമായ ഒരു കൂട്ടായ കഠിന പ്രയത്നം വളരെ കാലം ഉണ്ടായിരുന്നു. അത് അന്നത്തെ കഠിന പ്രയത്നമായിരിക്കും നമ്മൾ ഇവിടെ എത്താൻ കാരണം. അല്ലാതെ നമ്മൾ പെട്ടെന്ന് ഒരു സുപ്രഭാതത്തിൽ ഒരാൾ വിളിച്ച് വന്നാലല്ലോ. എത്താൻ വേണ്ടി പ്രയത്നിച്ച് നമ്മൾ സ്റ്റേജിൽ തന്നെ കളിച്ച് അവസാനം ഇങ്ങോട്ടെത്തി. അത് ഇപ്പം നമുക്ക് അതിലൊരു സംതൃപ്തി ഉണ്ട്. കാരണം ഈ കുറേ പഴയ പടങ്ങളും അന്നത്തെ സഹകരിച്ച ആളുകളും അതിൽ ഒരുപാട് പേര് ഇപ്പം ഇല്ല. എത്രയോ പേര് മരിച്ചു. നമ്മളെ കോഴിക്കോട്ടുള്ള പഴയ കലാകാരന്മാർ മുഴുവൻ പോയി എന്ന് തന്നെ പറയാം, മുഴുവനും. അത്രയും ആളുകൾ, കലാകാരന്മാർ, എഴുത്തുകാർ, നാടകക്കാർ, സംഗീതജ്ഞരൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പം തിരിഞ്ഞു നോക്കിയാൽ ആരുമില്ല, നമ്മൾ കുറച്ച് പേരേ ഉള്ളൂ. പക്ഷെ അന്നത്തെ ആ കൂട്ടായ്മയും ആ കൂട്ടായ പ്രവർത്തനവും ഒന്നും ഇന്നില്ല എന്നുള്ളൊരു നഷ്ടബോധം നമുക്കറിയാം, ഉണ്ട്. അതൊരിക്കലും നികത്താനും പറ്റില്ല. ഈ ഡിറക്ഷനിൽ സാറിന് എന്തെങ്കിലും ഇത്രയും ഒരു കാലഘട്ടത്തിനുള്ള എന്തൊരു ഡിഫറൻസ് ഫീൽ ചെയ്യുന്നുണ്ടോ? പറയുന്ന രീതിക്കൊക്കെ മാറ്റം വന്നിട്ടുണ്ട്, സ്ക്രീൻ പ്ലേയുടെ രീതിക്കൊക്കെ മാറ്റം വന്നിട്ടുണ്ട്. പണ്ട് നമുക്ക് മോണിറ്റർ ഇല്ല. ഏറ്റവും ചെറിയ ഉദാഹരണം തന്നെ, നമുക്ക് മോണിറ്ററിൽ കാണാനൊന്നും പറ്റില്ല. അപ്പോൾ ക്യാമറാമാനോട് ചേർന്ന് നിന്നിട്ട് ക്യാമറയോട് അടുത്ത് നിന്നിട്ടാണ് നമ്മൾ ഓരോ സീനും ജഡ്ജ് ചെയ്യുന്നത്. ആ ഫ്രെയിം നമ്മുടെ മനസ്സിലുണ്ടാവും. ആദ്യം നമ്മൾ ഫ്രെയിം പോയി നോക്കും, അത് കഴിഞ്ഞിട്ട് കട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആർട്ടിസ്റ്റ് കട്ട് പറഞ്ഞെടുത്ത് അങ്ങനെ നിൽക്കണം. അത് കഴിഞ്ഞിട്ട് നമ്മൾ നോക്കിയിട്ട് ഇവരുടെ പൊസിഷൻ മനസ്സിൽ പതിപ്പിച്ചെടുത്തിട്ടാണ് ഓക്കെ അടുത്ത ഷോട്ട് എന്ന് പറഞ്ഞിട്ട് പോകും. ഏറ്റവും ഡിഫിക്കൽട്ട് ആയിട്ട് എടുത്തൊരു സീൻ ഏതായിരിക്കും? ഒരുപാട് കഷ്ടപ്പെട്ടിട്ട്? എനിക്ക് തോന്നുന്നു എല്ലാ സീനും കഷ്ടപ്പെട്ട് തന്നെയാണ് എടുക്കുന്നത്. അന്ന് ഈ പബ്ലിക്കിൻ്റെ ഇടയിൽ പോയി എടുക്കുന്നതായിരിക്കും ഏറ്റവും കഷ്ടപ്പെട്ടത്. അതായത് വിയറ്റ്നാം കോളനിയിൽ ഈ മോഹൻലാൽ ഒരു ക്രൗഡിൻ്റെ അകത്തുനിന്ന് ഈ ദേവനെയും ജഗന്നാഥവർമ്മയും ഒക്കെ രക്ഷിക്കുന്ന ഒരു സീനുണ്ട്. ഈ വിയറ്റ്നാം കോളനിയിൽ ഈ ഗ്രൂപ്പ് അറ്റാക്ക് ചെയ്യുന്നൊരു സീനുണ്ട്. അത് ക്യാമറ ഈ ക്രൗഡിനകത്താണ്. ക്യാമറാമാൻ വേണു ക്യാമറയുമായിട്ട് ഈ ക്രൗഡിലാണ്, ഞാനതിൻ്റെ പുറകിലാണ്. ഈ കൂട്ടത്തിലെ ആളുകളുടെ നടുക്കാണ് ഈ ക്യാമറ. അല്ലാതെ ഒരു കംഫർട്ടായിട്ടുള്ളൊരു സ്ഥലത്ത് വെച്ചിട്ടല്ലാതെ എടുത്തിരിക്കുന്നത്. അപ്പോൾ ഈ ആളുകൾ അടിക്കണം, അവർക്കൊരു കൺട്രോളും ഇല്ല. അവരടിക്കുമ്പോൾ ഈ ആർട്ടിസ്റ്റ് മറയരുത്, ആർട്ടിസ്റ്റിനെ കാരണം അത് മോഹൻലാലും വേണുവിൻ്റെയും എടുക്കാണത്. ക്യാമറയെ ലാല് മനോഹരമായിട്ട് ഫോളോ ചെയ്തിട്ട് ഒരു സ്ഥലത്ത് പോലും ലാലിനെ ആരും കവർ ചെയ്തില്ല. ഇത്രയും ക്രൗഡ് ഉണ്ടായിട്ട് പോലും മോഹൻലാലിനെ കവർ ചെയ്യാൻ മോഹൻലാൽ അതിൻ്റെ ഇടയിൽ കൂടിയൊക്കെ വന്ന് തല കാണിച്ച് ഇങ്ങനെ വന്നു. ആ ഷോട്ട് ഒറ്റ ഷോട്ടിലാണ് എടുത്തത്. പക്ഷെ വളരെ കഷ്ടപ്പെട്ടെടുത്ത ഷോട്ടാണത്. പക്ഷെ ഇപ്പോൾ കണ്ടാലും നമുക്ക് അത്ഭുതം തോന്നും. അതാണ് എനിക്ക് എൻ്റെ ഓർമ്മയിൽ ഏറ്റവും സ്ട്രെയിൻ എടുത്ത ഷോട്ട്. നാദിക്കയുടെ ഒരു ഓർമ്മയിൽ ഇവരെ രണ്ടുപേരെയും അടയാളപ്പെടുത്തുന്നത് എവിടെയൊക്കെ ആയിരിക്കും? ഫസ്റ്റ് ഒരു മീറ്റ് അല്ലെങ്കിൽ പരിചയപ്പെട്ടത്, അങ്ങനെ ഒരു ഓർമ്മ എങ്ങനെയായിരിക്കും? മാമുക്കാനെ കാണുന്നത് സ്ക്രീനിലാണ്. ആ സ്ക്രീനിൽ നമ്മൾ മറ്റേ ഈ പടങ്ങളുടെ കൂട്ടത്തിൽ ഇക്ക പറഞ്ഞ ലിസ്റ്റ് ദൂരെ ഒരു കൂട് കൂട്ടാം, ആ സിനിമയൊക്കെ കണ്ട് അതിനകത്ത്
ഈ പറയുന്ന ഒരു അറബി മുൻഷി അതൊക്കെ അപ്പോൾ തന്നെ ശ്രദ്ധിക്കപ്പെട്ടു. അലിഫ് ബാ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇത് ആരാണെന്ന് അപ്പോൾ തന്നെ നോട്ട് ചെയ്യപ്പെട്ടാണ്. പിന്നെ ആ സമയത്ത് നമ്മളുടെ കൂടെയുള്ള മിമിക്രി ആർട്ടിസ്റ്റുകൾ ഒരു പുതിയ ആൾ വന്നിട്ടുണ്ട്, മാമുക്കോയ എന്ന് പറഞ്ഞിട്ടൊക്കെ ശബ്ദം ഇമിറ്റേറ്റ് ചെയ്ത് നോക്കണത്. ഞാൻ ഇക്കാനൊക്കെ കാണുന്നത് സ്റ്റേജിൽ തന്നെയാണ്. സ്റ്റേജിൽ പക്ഷേ സിദ്ദിഖായൊക്കെ ഞാൻ ലൈവ് സ്റ്റേജ് പ്രോഗ്രാം കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇവർ സിനിമയിൽ അസിസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഷോ ചെയ്തുകൊണ്ടിരിക്കുന്ന ആ ഒരു കാലഘട്ടത്തിലാണ്. അപ്പോഴാണ് സ്റ്റേജ് ഷോയൊക്കെ. പിന്നെ ആലുവയിൽ ഈ ഒരു ശിവരാത്രി പ്രോഗ്രാമിന് ഇക്കായ്ക്ക് ഒരു 3 ഷോ ചെയ്തില്ലേ കണ്ടിന്യൂസ്. ആലുവ ക്രൗഡ് കാരണം കണ്ടിന്യൂസ് ടൗൺ ഹാളിൽ 3 ഷോ ചെയ്ത്. ക്രൗഡ് കാരണം ഒരേ സ്ഥലത്ത് 3 ഷോ ചെയ്യേണ്ടി വന്നു. ഒരു ഷോ വെച്ചിട്ട് ടിക്കറ്റ് അത്രയും വിറ്റുപോയി. അതെ അങ്ങനെ 3 ഷോ. അപ്പൊ അങ്ങനെ അത് 3 ഷോ ആക്കിയിട്ട് 3 ഷോയും ഹൗസ്ഫുള്ളാണ് ആലുവ ടൗൺ ഹാളിൽ ആ കാലഘട്ടത്തിൽ. അന്ന് ഭയങ്കര പോപ്പുലർ ആയിരുന്നു മിംസ് പരേഡ് തുടങ്ങിയിട്ട്. മിംസ് പരേഡ് ഒരു എന്താ പറയുക, ഒരു പുതിയ ഒരു കലാപ്രകടനമാണ്. ഇങ്ങനെ ഒരു ഗ്രൂപ്പിന്റെ ഇങ്ങനെ രസം, തമാശ, അതുപോലെ ശബ്ദാനുകരണത്തിന്റെ ഒരു പെർഫോമൻസ്, അതും ഇത് സൗണ്ട് സിസ്റ്റവും എല്ലാം കൂടി വെച്ചിട്ടുള്ള ഒരു ഷോ ഇതേവരെ കണ്ടിട്ടില്ല. അപ്പൊ നമുക്ക് നിൽക്കാൻ നേരമില്ല, അങ്ങനെ തിരക്കാണ്. ആ ഷോ ഹരിശ്രീയുടെ ആയിരുന്നു ഞാൻ കണ്ട ഷോ. അപ്പോൾ അങ്ങനെ പോയിരുന്ന് കണ്ടിട്ട് അപ്പോൾ ഞാനൊക്കെ ഇവരൊക്കെ എന്തൊക്കെ സംസാരിക്കുന്നത്, എന്തൊക്കെ പറയണതെന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ടൊക്കെ ഇടയ്ക്കൊക്കെ ഇങ്ങനെ സൈഡിൽ കൂടിയൊക്കെ പോയി നോക്കിയിട്ടുണ്ട്. അവിടെയൊക്കെ പോയി ഇങ്ങനെ വായും വിളിച്ചു കുറേ നേരം നോക്കി നിന്നിട്ടുണ്ട്. അപ്പോൾ ഓർമ്മകൾ ഒരിക്കലും അവസാനിക്കുന്നില്ല. അതുപോലെ കാലങ്ങളും ഇനിയും ഇങ്ങനെ മുന്നോട്ട് പോവും. നമ്മൾ ഇനിയും ഒരുപാട് കഥകൾ കേൾക്കും. അപ്പോൾ നമുക്കൊരു കുഞ്ഞു ബ്രേക്കിന് ശേഷം തിരിച്ചു വരാം. എടീ താരേ, ഇതെന്താ ആർച്ച് വെച്ച് എംബോസിഷൻ എഴുതി വെച്ചേക്കുന്നു? നീ എവിടെ പോയി വിളിച്ചാലും ഞാൻ നിന്നെ ഇന്ന് കൊണ്ടുപോയിരിക്കും. നിങ്ങൾക്കൊരു കാര്യം അറിയാം, കാത്തു സൂക്ഷിച്ചൊരു കസ്തൂരി മാമ്പഴം കാക്ക കൊത്തി പോകും, അയ്യോ കാക്കച്ചി കൊത്തി പോകും. എന്റെ ദൈവമേ, എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല. എന്റെ ഭാര്യ താര, അവളുടെ വിളയാട്ടം ഇവിടെ നടക്കാൻ പോവാ, താര വിളയാട്ടം. ഞാൻ ഇന്നത് കണ്ടിട്ടേ പോകൂ. അവളെ ഇന്ന് ഞാൻ ഇപ്പം തന്നെ പിടിച്ചോണ്ട് പോകും. വിഷമമുണ്ട്, നിങ്ങൾ കേൾക്കണം. ഒരു ഭർത്താവാ ഞാൻ. ഒരു ഭാര്യ ഒരു ഭർത്താവ് അറിയാൻ പാടാത്ത കാര്യം ചെയ്തു, അതറിഞ്ഞിട്ട് ഞാൻ വരുക. അവളെ ഞാനിപ്പോ കൊണ്ടുപോകും. നിങ്ങൾക്ക് മനസ്സിലാവില്ല ഈ പറഞ്ഞ ആ വിഷമം, നിങ്ങൾക്ക് മനസ്സിലാവില്ല. എന്താണ് വിഷമം? ഇന്നലെ ഇവളുടെ കാമുകൻ സുര ഷാപ്പിൽ ഇരുന്ന് പറയുമെന്ന്, ഇവളും ഇവനും ഒരു ദിവസം ഒരു കൂര കീഴിൽ കഴിച്ചിട്ടുണ്ട്. ആരെ? ഈ സുരയുണ്ടല്ലോ, ഇവക്കടെ കാമുകൻ. ഇവക്കടെ കാമുകൻ സുരയും ഇവളും തമ്മില് ഒരു കൂര കീഴില് ഒരു ദിവസം കഴിഞ്ഞിട്ടുണ്ടെന്ന്. കാമുകനാണ് നിങ്ങൾക്ക് ഉറപ്പുണ്ടോ? ഉറപ്പുണ്ട്. ഞാൻ ഇന്ന് ഷാപ്പിൽ ചെന്നപ്പോഴാണ് സാറേ അറിയണത്. സാറ് കേൾക്കണം, തെത്തിക്ക് സാറേ, മാമുക്കോയിക്ക ഈ പറഞ്ഞ കേൾക്കണം. ഞാൻ ഇന്ന് ഷാപ്പിൽ ചെന്നപ്പോഴാണ് ഇത് അറിയണത്. അപ്പം തന്നെ ഞാൻ കള്ളു കുടിച്ചിട്ട് ഇങ്ങ് വരുവാ. ഇത് ഞാൻ അവളെ കൊണ്ടേ പോകുള്ളൂ, സത്യം ഞാൻ അറിയും. അയ്യോ ചേട്ടാ, ഇവിടെ ഒന്നും ഇങ്ങനെ കേറി വരാൻ പാടില്ല. എന്നാ ഇവിടെ ഞാൻ കൈ കുത്തിയിട്ട് ഇങ്ങനെ കയറി വരാടി. എന്തിനാ ഇപ്പൊ ഇങ്ങോട്ട് വന്ന്? ഇത് ആരൊക്കെ ഇരിക്കുന്ന? അവര് ജഡ്ജസാ. അവരുടെ മുന്നിൽ ഇങ്ങനെ വരാൻ പാടില്ല. ആ ഇരിക്കുന്ന മമ്മൂക്കോയിക്ക, മറ്റേ സിദ്ദിഖ് സാറിക്ക, മറ്റേ നാദൃഷിക്ക, എല്ലാരും അവിടെ ഇരിക്കുവാ. അങ്ങനെ ഇവരുടെ മുന്നിലൊന്നും വന്നിങ്ങനെ നിക്കാൻ പാടില്ല. എന്താണ് നിക്കാൻ പാടില്ലാത്തതാണ്? നിന്റെ താരവിളയട്ടടി താരേ, നിന്റെ എനിക്കൊന്നും ചോദിക്കാം. എനിക്കൊരു കാര്യം അറിയാം. എന്റെ പ്രതിഭയെ വളരാൻ നിങ്ങൾ അനുവദിക്കത്തില്ല. നിന്റെ പ്രതിഭ വളരുന്നതായിട്ട് ഞാൻ ഷാപ്പിൽ അറിഞ്ഞിട്ട് അതറിഞ്ഞിട്ടാണ് ഞാൻ ആ പ്രതിഭയെ വളരാൻ ഞാൻ അനുവദിക്കില്ല. ഞാൻ എന്ത് ചെയ്തെന്ന്? എനിക്ക് ഒറ്റ ചോദ്യം, ഒരൊറ്റ ഉത്തരം. ചോദിക്ക നിങ്ങള്. നീ സുരേനെ അറിയുവോ ഇല്ലയോ? എനിക്ക് പിന്നെ സുരേ അറിയത്തില്ലയോ? ഡൈവോഴ്സ് പകുതി റെഡി ആയിട്ടുണ്ട്. ഇനി രണ്ടാമത്തെ ചോദ്യം, സുരയും നീയും? സുരയും നീയും സുരയും? ഞാനും സുരയും. സുരയും നീയും? ഞാനും സുരയും. സുരയും നീയും? സുരയും ഞാനും? നീയും സുരയും? ഒന്ന് പറ മനുഷ്യ. എന്തുവാ? ഒരു കൂരക്കിഴിൽ അന്തി ഉറങ്ങിട്ട് ഇങ്ങനെ കാണിക്കുമല്ലോ, അങ്ങനെ അന്തി ഉറങ്ങിയിട്ടുണ്ടോ? ഉണ്ട്. ഞാൻ സത്യം പറഞ്ഞ ഞാൻ അന്തി ഉറങ്ങിയിട്ടുണ്ട്. എങ്ങനെ തോന്നിക്കാൻ, എങ്ങനെ പറയാൻ തോന്നിക്കാ? ഇവക്ക് ഭർത്താവല്ലേ, അത് വേറൊന്നും. ഒരുത്തരുമായിട്ട് ഒന്നടങ്ങ് ഞാനൊന്ന് പറഞ്ഞോട്ടെ. എന്റെ പൊണ്ണ് സാറുമാരെ വേറൊന്നും അല്ല. കഴിഞ്ഞ പ്രളയത്തിന് ഞങ്ങളുടെ അവിടെ ഉള്ള എല്ലാരും ഒരു ക്യാമ്പിലാ കഴിഞ്ഞത്. അത് ഒരു കൂരക്കീഴിലല്ല. അത് സുരയും ഞാനും മാത്രമല്ല, ബാക്കി എല്ലാരും അവിടെ ഉണ്ടായിരുന്നു.
എന്റെ ദൈവമേ, എന്റെ ഭാര്യനെ ഞാൻ സംശയിക്കില്ല. എന്നാലും നിങ്ങളെല്ലാം സംശയിച്ചല്ലോ ചേട്ടാ. ക്ഷമിക്ക്. എന്നെ എന്തൊരു അടി അടിച്ചത്. ആ, അത് പോട്ടെ. നാളെ ഞാനെന്ന് വെച്ചാലേ ഇവളൊരു പൊട്ടിപ്പെണ്ണ. ഇവളൊരു പൊട്ടിപ്പെണ്ണായതുകൊണ്ടാണ് ഞാനിത് കേട്ട വാദി കേൾക്കാത്ത വാദി ഇങ്ങോട്ട് ഓടി അതെന്താ വന്നു. അത്? സോറി ക്ഷമിക്കടി. അതെന്താ പൊട്ടിയാണെന്ന് പറഞ്ഞത്? അതെന്താ പൊട്ടിയാന്ന്? പൊട്ടിയാന്ന് പറഞ്ഞത് ഞാൻ ഞാനിവളും പ്രേമിച്ച കല്യാണം കഴിച്ചേ. ശരിക്കും. ഞാൻ ഇവളോട് പറഞ്ഞു ഇവള് എന്നും വീട്ടിലെടുത്തിട്ട് ഇടിയാന്ന്. ഞാൻ അവളെ പ്രേമിക്കുക എന്ന് പറഞ്ഞു. ഇവൾക്കിടെ അപ്പനും ആങ്ങളെ കൂടെ കൂടി എന്നിട്ട് ഇടിയാ. മാമുക്കോയൊക്കെ ഇത് കേൾക്കണം, ഇടിയാണ്. അപ്പൊ ഞാൻ പറഞ്ഞു, നീ ഇനി അവരെ ആരെ ഇടി കൊള്ളണ്ട. ഇന്ന് ഞാൻ 9 മണിക്ക് നേര്യമംഗലം പാലത്തിന്റെ അടിയിൽ വന്ന് നിൽക്കും. നീ വേറെ ഒന്നും എടുക്കണ്ട, ഉടുത്തേക്കണ സാരി മാത്രം ഉടുത്തോണ്ട് പോരേന്ന്. ഇതന്നെ ഇവള് ചെയ്ത പണിയെന്നറിയാമോ? ഒരു പെട്ടി സാരിയായിട്ട് വന്ന് നിൽക്കുക. ഞാൻ ചോദിച്ചു എന്തിനാണ് ഈ ഒരു പെട്ടി സാരി എന്ന് വെച്ചപ്പോൾ അവള് പറയാ, ഈ സാരി എല്ലാം ഞാൻ ഉടുത്തതാ ചേട്ടാ. ആ സൈസ് പൊട്ടി പെണ്ണ അവള്. അതാണ് ഞാൻ കേട്ട പാടി കേൾക്കാത്ത പാടി. സോറി കേട്ടെ, കുഴപ്പമില്ല. ഞാൻ ആ സുരേഷിനെ തെറ്റിദ്ധരിച്ച്. അയ്യോ, ഞാൻ വിളിക്കട്ടെ? ഞാൻ നാളെ വിളിക്കടി. സുരേഷ് ഏട്ടാ, എന്റെ ദൈവമേ. സുരേഷ് ഏട്ടാ. സുരേഷ് ഏട്ടാ അങ്ങോട്ട് നീട്ടണ്ട. സുരേഷ് അല്ലെങ്കിൽ ചേട്ടൻ. കണ്ട സംശയം. ദേ, സുരേഷ് വരുന്നു. വിളിച്ചു വെച്ച് ആ, എന്റെ ഞാൻ- പൊന്നെ ചേട്ടൻ അടിച്ചിട്ടുണ്ടാ? ഇല്ല, ഞാനൊരു തൊഴിതൊഴിച്ചു. എന്താ കുഴപ്പമുണ്ടോ? ലേട്ട എന്തിനായിട്ടാ ഈ ഫ്ലോറിലോട്ടൊക്കെ കയറി വന്നത്? ഇവിടെ ചേച്ചിക്ക് ഒരു ഇത് കിട്ടണതല്ലേ? ഏത് കിട്ടണത്? ഇത് ചേച്ചിക്ക് ഒരു പ്രോഗ്രാമായിട്ട് ഞാനത് സെറ്റ് ചെയ്ത് കൊണ്ടുവന്നതല്ല. അതിന്റെ ഇടയിൽ ചേട്ടൻ വന്ന് ഈ കള്ളു കുടിച്ച് എന്ത് കഷ്ടമാണ് ചേട്ടാ. എന്റെ പെണ്ണുമ്പളെ വേറെ ഒരുത്തന്റെ ഇവിടെ അന്തി ഉറങ്ങിയെന്ന് പറയുമ്പോൾ ഞാൻ പെപ്സി കുടിക്കാടാ, കള്ളു കുടിക്കേണ്ടി വരും. ഇനി പോലെ കുഴപ്പമുണ്ടോ? എന്നാ ഞാൻ ഏമ്പക്കവും വിടാം. ചേട്ടാ അങ്ങനെയല്ല ചേട്ടാ. പദം വന്നാ കുഴപ്പമുണ്ടാ? ചേട്ടാ നമ്മൾ ഭാര്യമാരെ സംശയിക്കരുത്, സംശയം പാടില്ല. നമ്മൾ ഭാര്യമാരായിട്ട് എപ്പോഴും സൗഹൃദമായിട്ട് സംസാരിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ടെൻഷൻ കുറയും. അതുപോലെ നമുക്ക് ഹാർട്ട് അറ്റാക്ക് ഉണ്ടാവാനുള്ള പ്രവണത കുറയും. അതേപോലെ നമുക്ക് നല്ലൊരു റിലാക്സ് മൂഡിലെത്തും നമ്മള്. ഇത് എന്റെ കണ്ടുപിടുത്തമല്ല, ഇംഗ്ലണ്ടിലെ സർവേ കണ്ടുപിടിച്ചതാണ്. ഇംഗ്ലണ്ടിലെ സർവേ. ആ സർവേ അങ്ങ് പൂർത്തിയായില്ലടാ മോനെ. എന്തു പറ്റി? അതായത് ആരുടെ ഭാര്യയുമായിട്ട് ഇരുന്നാലാണ് ഈ സംഭവം മൊത്തം ക്ലിയർ ആവണമെന്നുള്ളത് നമ്മൾ പൂർത്തീകരിച്ചിട്ടില്ല. ഈ സംഭവം. അതാണ് ഇപ്പോൾ ഉള്ള കുഴപ്പമുണ്ടോ? ഇതാണ് ഈ ചേട്ടന്റെ കുഴപ്പം. ചേട്ടാ എന്തിനാണ് ചേട്ടാ ഇങ്ങനെ കള്ളു കുടിക്കണത്? ഞാൻ കള്ളു കുടിക്കും. ഇടാ വീട്ടിൽ വഴക്കുണ്ടാക്കും. എനിക്ക് ഭയങ്കര ദുഃഖമുണ്ട്. എന്താണ് ചേട്ടന്റെ എന്റെ അമ്മയും ഇവളും കൂടി കുളിക്കാൻ പോണ സമയത്ത് ക്യാമറ നോക്കിക്കോണ്ട, ഇല്ലെങ്കിൽ ഒറ്റയടിക്ക് കൃഷ്ണമണിയാണ് ഇപ്പഴേ കളഞ്ഞത്. ഇപ്പഴേ സംഭവം എന്ന് വെച്ചാല് എന്റെ അമ്മയും ഇവളും കൂടി പുഴയിൽ കുളിക്കാൻ പോയി. മലവെള്ളപ്പാച്ചിൽ നടക്കുക. മലവെള്ളപ്പാച്ചിൽ നടക്കുന്ന നേരത്ത് ഒരു കൊല തേങ്ങയും എന്റെ അമ്മയും ഒഴുകിപ്പോണെന്ന് ഇവള് നോക്കി നിന്നു. അല്ല, ഒരു കൊല്ലം തേങ്ങയായിട്ട് നിങ്ങളുടെ അമ്മ എങ്ങോട്ടാണ് പോയത്? എന്റെ അമ്മക്ക് തേങ്ങാ ചമ്മന്തി ഭയങ്കര ഇഷ്ടമാണ്. ഈ മലവെള്ളപ്പാച്ചിലൂടെ ഒരു കൊല തേങ്ങ ഇങ്ങനെ ഒഴുകി വരുമായിരുന്നു. നരൻ സിനിമയിൽ ലാലേട്ടൻ ചാടാറി മാക്രി ആടുന്ന ഒരു കീറിയ തുണി എടുത്തിട്ട് ഒറ്റ ചാട്ടം. അമ്മ നേരെ നോക്കണ സമയത്ത് പൂച്ചക്കുഞ്ഞി പുൽത്തകടിയിൽ പോണാരി ഈ സാധനം അങ്ങ് പൊക്കോണ്ടിരിക്കുക. ഇവിടെ നോക്കി നിന്നു. അതെന്താ ചേച്ചി അങ്ങനെ നോക്കി? പിന്നെ ഞാൻ വഴക്കുണ്ടാക്കണ തെറ്റുള്ളതാ, നീ പറ. അത് മോശമായി പോയി ചേച്ചി. ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ? കുടുംബജീവിതത്തിന് സമാധാനം ഉണ്ടാവണമെങ്കിൽ പല കാര്യങ്ങളും കണ്ടില്ല കേട്ടില്ല എന്ന് വെക്കണമെന്ന് നിങ്ങൾ പറഞ്ഞിട്ടുണ്ടോ? അത് ഞാൻ പറഞ്ഞതാ. അത്രയും ഞാൻ ചെയ്തുള്ളൂടാ. ഞങ്ങളുടെ കുടുംബജീവിതത്തിന് അതൊരു സമാധാനക്കേടായിരുന്നു. അതുകൊണ്ട് അത് ഒഴുകിപ്പോയത് ഞാൻ കണ്ടില്ല കേട്ടില്ല എന്നങ്ങ് വെച്ചു. കണ്ടോ എന്റെ പെറ്റ തള്ള. ചേച്ചിനെ തെറ്റു പറയാൻ പറ്റില്ല. അല്ല ചേച്ചി, നീ എന്തെങ്കിലും ഉത്തരവാദിത്വം ഉണ്ടോ? ഈ മനുഷ്യന് എന്തെങ്കിലും ഉത്തരവാദിത്വം ഉണ്ടോ? ഇങ്ങോട്ട് മാറിക്കേ. എടാ സുരേഷേ, നീ കണ്ടിട്ടില്ലേടാ എന്റെ വീട്ടിൽ എന്റെ അത്രയും വളർന്ന ഒരു പെങ്കൊച്ചി നിൽക്കുന്നത്? പിന്നെ നമുക്കവളെ കെട്ടിച്ചു വിടണ്ടേ ചേച്ചി? നമുക്ക് അവളെ കെട്ടിച്ചു വിടണ്ടെന്നോ? അല്ലേട്ടാ, ഞാനൊരു നാട്ടുകിടപ്പ് പറഞ്ഞുള്ളൂ കേട്ടോ. നാട്ടു നടപ്പ് എന്നെക്കാളും ഉത്തരവാദിത്തമാണോ നിനക്ക് എന്റെ മോളെ കെട്ടിച്ചു വിടണേ? അത് അവനാ ഉത്തരവാദിത്വം ഉണ്ട്. എന്നിട്ട് നിങ്ങൾക്ക് ആ ഉത്തരവാദിത്വം ഉണ്ടോ? ഒന്ന് കെട്ടിച്ചു വിടാൻ തോന്നുന്നുണ്ടോ? ഇല്ലല്ലേ. എടാ ഞാനൊരു കാര്യം പറയണ കേൾക്കണം. കല്യാണം വീട് പണി എന്നൊക്കെ പറയണത് ഇക്കാലം സംഭവിച്ചു. കല്യാണം വീട് പണി എന്ന് പറയുന്ന സംഭവങ്ങളൊക്കെ അത് നടക്കേണ്ട സമയത്ത് തന്നെ നടക്കും. നമ്മൾ വെയിറ്റ് ചെയ്യുമ്പോൾ സുന്ദരനായ ചെറുപ്പക്കാരൻ വരും. അപ്പൊ നമ്മൾ പിടിച്ച് കെട്ടിച്ചു വിടും. ഇതുപോലെ സുന്ദരനായ ചെറുപ്പക്കാരൻ വരും എന്ന് പറഞ്ഞുകൊണ്ട് വെയിറ്റ് ചെയ്ത് നിന്ന ആളാ ഞാന്. അങ്ങനെ പറഞ്ഞു. അവസാനം എന്റെ ഗതി തന്നെ എന്റെ മോക്ക് വരും. അപ്പൊ ഞാൻ സുന്ദരനല്ലെന്ന്. ഓഹോ, ഐഷി ജിഞ്ചിനാക്കടി. അപ്പൊ ഇവൻ സുന്ദരനായ സുര, ഞാൻ വിരൂപനായ കെട്ടിവൻ. നീ മനസ്സിലായി? ചേട്ടാ കേസ് വിട്. ചേച്ചി പരിപാടി അവതരിപ്പിക്കണം. നമുക്ക് ഞാൻ ഇനി ഒരു പരിപാടിക്കും ഇല്ല. എനിക്ക് ഇവിടെ പരിപാടി അവതരിപ്പിക്കണം. അല്ല, നീ എന്റെ അടുത്ത് വഴവഴക്കോടെ ഇറക്കരുത്. സംഭവം എന്നാ വെച്ചാല്, അല്ല നീ എങ്ങനെ പോകാൻ അതിന്റെ ഉദ്ദേശം? ചേച്ചി എന്റെ ഓട്ടോക്കല്ലോ വന്നത്. നമ്മൾ 3 പേരും കൂടി എന്റെ ഓട്ടോക്ക് അങ്ങോട്ട് പോകും. നിന്റെ ഓട്ടോയ്ക്ക് നമ്മൾ 3 ആളും പോകും. കൊള്ളാം. അവന്റെ മനസ്സിലിരിപ്പ് കണ്ടോ? ഇവന്റെ ഓട്ടോയ്ക്ക് ഞങ്ങൾ 3 ആളും പോകുന്നു. ഇവനും ഞാനും എന്റെ ഭാര്യയും പുറകെ ഇരിക്കുമ്പം ഇവൻ ഈ ഫ്രണ്ടിലെ കണ്ണാടികളെ എന്റെ ഭാര്യനെ നോക്കി ഓട്ടോറിക്ഷ ഓടിക്കാം.
എടാ അത് നടക്കില്ല. എന്ത് നിന്റെ ആ സൈസ് മോഹം നടക്കില്ല. ഞാൻ വെറും പൊട്ടനല്ല. ചേട്ടാ അത് കണ്ണാടി അതിനകത്ത് ഫിറ്റ് ചെയ്തേക്കണ, അത് പൊട്ടിച്ചു കളയാൻ പറ്റുമോ? പൊട്ടിച്ച് കളയണ്ട. ആ. ഓട്ടോ ഞാൻ ഓടിക്കും, നീയും പെണ്ണുമ്പളും പുറകെ ഇരിക്കും. പറ്റുമെങ്കിൽ നീ കയറിക്കും. ക്യൂഡി ദ ബ്യൂട്ടി സോപ്പ് കോമഡി മാസ്റ്റേഴ്സിൽ ഇനി താരവിളയാട്ടം. വെൽക്കം ചെയ്യാം വിനീഷ് കാരക്കാട്. ഹായ്, നമസ്കാരം. വെൽക്കം ടു കോമഡി മാസ്റ്റേഴ്സ്. എവിടെ നിന്നാണ് വരുന്നത്? ഞാൻ ആലപ്പുഴ ജില്ലയിൽ ചെങ്ങന്നൂര് കാരക്കാട് എന്ന് പറഞ്ഞൊരു ചെറിയ ഗ്രാമം. ചെങ്ങന്നൂരാണല്ലേ? എന്താ ചെയ്യുന്നേ? ഞാൻ പ്രൊഫഷണലി ആർട്ടിസ്റ്റാണ്. അപ്പോൾ കുറച്ച് സ്പോട്ട് ഡബും 3 സ്റ്റാറും. ഓക്കെ. അപ്പം ഞാൻ ആദ്യമായിട്ട് ഒരു പരസ്യത്തിൽ കൂടെ തുടങ്ങാം. അതായത് നമ്മൾ ഫേസ്ബുക്കും വാട്സപ്പൊക്കെ ആയതിനു ശേഷം ഈ കാണാനില്ല എന്നുള്ള പരസ്യങ്ങൾ വരുമ്പോൾ കാണാനില്ല. പെട്ടെന്ന് ഒരു പോസ്റ്റ് ഇട്ട് ഷെയർ ചെയ്താൽ ഇപ്പോൾ ആൾക്കാരെയൊക്കെ കാണാറുണ്ട്. അത് നമ്മളെല്ലാം വിട്ടുപോയി അരുൺ വെഞ്ഞാറമൂട് ആ സമയത്ത് ചെയ്തൊരു വോയിസ് ഓവറാണ്, കോമഡി വോയിസ്, ഒരു ഫീമെയിൽ വോയിസ്. അപ്പോൾ അത് പരസ്യം ഒന്ന് അവതരിപ്പിക്കാം. കാണുവാനില്ല. ഈ ഫോട്ടോയിൽ കാണുന്ന ഋതിക് റോഷൻ എന്ന ഇരട്ടപ്പേരുള്ള പുളിഞ്ചിക്ക ബാബുവിനെ ഇന്നലെ കൊല്ലത്ത് നിന്നും കാണാതായി. പാലപ്പത്തിൻ്റെ നിറവും വെണ്ണക്കല്ലിൽ കടഞ്ഞെടുത്ത ശരീരവുമുള്ള ഈ വാവളന്താൻ മലയാളം, ഇംഗ്ലീഷ്, സയൻസ്, സാമൂഹ്യപാഠം എന്നീ ഭാഷകൾ ആരെങ്കിലും സംസാരിച്ചാൽ വായും പൊളന്നിരുന്ന് കേട്ടോണ്ടിരിക്കും. ഇവനെക്കുറിച്ച് എന്തെങ്കിലും വിവരം ലഭിക്കുന്നവർ അടുത്തുള്ള അണ്ടി ആപ്പീസിലോ PWD ആപ്പീസിലോ ഏൽപ്പിക്കേണ്ടതാണ്. കാരണം റോഡ് വർക്കിനുള്ള ടാറ് തീർന്നിരിക്കുകയാണ്. ഇനി ഇവനെ കിട്ടിയെങ്കിലേ ബാക്കി ഉരുക്കി ടാറുണ്ടാക്കാൻ സാധിക്കൂ. നന്ദി. അതുപോലെ തന്നെ നമ്മുടെ ഭാവന ആദ്യമായിട്ട് അഭിനയിച്ച സിനിമയാണ് നമ്മൾ. അതിലെ പരിമളം എന്ന് പറയുന്ന കഥാപാത്രത്തെ ഒന്ന് അവതരിപ്പിക്കണം ഭാവന. അല്ല എത്തിയാ, ഞാനവിടെ കാത്തിരിക്കാർന്ന്. ഇന്നാള് 2 ശിവാണ്ടൊക്കെ ഫോൺ ചെയ്താ, എന്നിട്ട് പരിമളത്തെ പെടുത്തിരിക്ക. ഇല്ല, തിരക്കില്ല, എനിക്കറിയാത്. അതുപോലെ തന്നെ നമ്മുടെ പറവൂർ ഫരിദൻ ചേട്ടന്റെ വോയിസ് കൂടെ ഒന്ന് ചെയ്യാണ്. അധികം ആരും വേദിയിൽ ചെയ്തിട്ടില്ല, എന്നാലും ഒന്ന് ട്രൈ ചെയ്യാണ് കുറെ നാളായിട്ട്. ഓക്കെ. സത്യം പറഞ്ഞാൽ നിന്നെ കണ്ടാർക്കെങ്കിലും അടിക്കാൻ തോന്നും. മുതലാളി, ഇവിടെ എത്തുന്നിടം വരെ 10,000 രൂപ എൻ്റെ മടിക്കുത്തി തന്നെ ഉണ്ടായിരുന്നു. ഇത്ര പെട്ടെന്ന് ആരാ അടുത്തോണ്ട് പോകുന്ന എനിക്ക് ഒരു പെട്ടിയില്ല. ഓക്കെ, താങ്ക് യു. അപ്പോൾ ഇനി കുറച്ച് സ്പോട്ടബിലേക്ക് കിടക്കുകയാണ്. മുള്ളംകുല്ലിക്ക് തെക്ക് കാടാണ്. ഇവിടെ വെള്ളിയിരഞ്ഞാണം കെട്ടിയിരുന്ന കാട്ടരുവിയിൽ കർക്കിടകത്തിലെ ആദ്യ മഴയ്ക്ക് നിറഞ്ഞു കലങ്ങി ഒഴുകുന്നത് എന്നും ഒരു വിസ്മയക്കാഴ്ചയാണ്. എൻ്റെ വേലായുധനും അതുപോലൊരു വിസ്മയമാണ്. പോലീസ് സ്റ്റേഷൻ. ഉറുമി സ്തംഭാൻ്റെ മകളെ തട്ടിക്കൊണ്ടുപോയ 3 പേരെ നിങ്ങളിപ്പോൾ അറസ്റ്റ് ചെയ്തിട്ടുണ്ടാവും. അതിൽ നിങ്ങളറിയാത്ത 3 പേര് കൂടിയുണ്ട്. ബാലകൃഷ്ണനും ഗോപാലകൃഷ്ണനും ഒരു മാന്നാർമത്തായി. അതിൽ ബാലകൃഷ്ണനാണ് ഞാൻ. മാന്നാർമത്തയുടെ ഉർവശി തിയേറ്റേഴ്സിൽ നിന്നും. ഞാനും മാന്നാർമത്തായും ഇവിടെ തന്നെയുണ്ട്. നിങ്ങൾക്ക് വന്ന് അറസ്റ്റ് ചെയ്യാം. പക്ഷേ ഞങ്ങളിലെ 3ാമൻ ഗോപാലകൃഷ്ണൻ, അവൻ രക്ഷപ്പെട്ടു. മുഴുവൻ പണവും അവൻ്റെ കയ്യിലാണ്. ഇന്ന് രാത്രി അവൻ ഈ നഗരം വിടും. KLY 9433. ആ കാറിന് പിന്നിൽ ഒരു വൃദ്ധയായ സ്ത്രീ ഉണ്ടാവും. അവൻ്റെ അമ്മ. എന്താ എൻ്റെ ഉദ്ദേശം? 500-ന്റെ മക്കൾക്ക് അങ്ങനെ പല ഉദ്ദേശങ്ങളും ഉണ്ടാവും. അതൊന്നും കണ്ട തെണ്ടികളെടുത്ത് പറയേണ്ട കാര്യമില്ല. നീ അവളോട് ആത്മാർത്ഥമായിട്ടാണ് അടുക്കുന്നെങ്കിൽ നിങ്ങളെ തടയാൻ പറയുന്നത് കൈവെട്ടാൻ ഞാൻ ഉണ്ടാവും. അതല്ല കുടുംബവരെയും വെച്ച് പക വീട്ടാണ് ഉദ്ദേശമെങ്കിൽ നിന്റെ നെഞ്ചത്തെ ആദ്യത്തെ വെട്ടുന്നത് ഞാനായിരിക്കും. അതേടാ, അത് തന്നെയാണ് എന്റെ ഉദ്ദേശം. രാമഭദ്ര, നമുക്ക് ഈ തള്ളെ കറക്കിയെടുത്താലോ? നീ കറക്കിയെടുത്തു. ഇവനാവുമ്പോ നല്ല മാച്ച് ആയിരിക്കും. ഞങ്ങൾ അവളെ തന്നെ കറക്കിയെടുത്തോളാം. പറയുന്ന മുഴുവൻ അങ്ങോട്ട് കേൾക്കടാ. അവളെ വീഴ്ത്താൻ ഏറ്റവും നല്ല വഴി അവിടെ മുത്തശ്ശിയാ. മുത്തശ്ശി നമ്മുടെ ആളായാൽ പിന്നെ നമുക്ക് അവിടെ നിന്ന് എന്ത് സാധിക്കും? ഏത് തള്ളമാരെ വീഴ്ത്താൻ പറ്റിയ ഒരു നമ്പർ എൻ്റെ കയ്യിലുണ്ട്. എന്താന്ന് വെച്ചാ പറയടാ. മുത്തശ്ശി എന്ന് വിളിച്ച് നമ്മൾ അങ്ങോട്ട് ചെല്ലുന്നു. മുത്തശ്ശിക്ക് നമ്മുടെ ചത്തുപോയ മുത്തശ്ശിയുടെ അതേ ചായയാണ് അങ്ങോട്ട് കാച്ചുന്നു. അതിനവര് ചായയും കാച്ചിക്കൊണ്ട് വന്നാലേ പറ്റൂ. ഡൊണേഷൻ മുമ്പ് വാങ്ങിയില്ല എന്ന് പറഞ്ഞത്
എൻ്റെ സ്കൂളിൻ്റെ ഒഫീഷ്യൽ മാറ്റേഴ്സ് നിങ്ങൾ എന്തിനറിയണം? യു ഹാവ് നോ റൈറ്റ് ടു പീപ്പ് ഇൻ ടു മൈ പ്രൈവസി. മൈൻഡ് ഇറ്റ്. നിങ്ങൾ പോലീസുകാരുടെ മറ്റടുത്ത മുറയൊക്കെ അങ്ങ് കയ്യിൽ വെച്ചാൽ മതി. സൂപ്പർ, നല്ലായിരുന്നു. മാമുക്കോയ സർ എങ്ങനെ ഉണ്ടായിരുന്നു? വിനീഷ് അസലായിരുന്നു. താങ്ക് യു സർ. താങ്ക് യു സർ. സിദ്ദിഖ് സർ നന്നായിരുന്നു. ഇതിനകത്ത് ശബ്ദാനുകരിച്ചതിൽ ഭാവനയുടെ ശബ്ദം അല്ലേ, ഭയങ്കര രസമായിരുന്നു. അത് ആ സ്റ്റൈലും സാധാരണ ഫീമെയിൽ വോയിസ് മെയിൽ ആർട്ടിസ്റ്റുകൾ വളരെ റെയറായിട്ടാണ് ചെയ്യാറുള്ളത്. വളരെ ഭംഗിയായിട്ട് ചെയ്തു. അതുപോലെ ഇവിടെ സ്പോട്ട് ഡബിങ്ങിൽ സീമയുടെ ശബ്ദവും നന്നായിട്ട് ചെയ്തു. പിന്നെ സായികുമാറിൻ്റെ, പിന്നെ സിദ്ദിഖിൻ്റെ, മധുസാറിൻ്റെ, ഇത് വളരെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ക്യാരക്ടേഴ്സാണ് ചെയ്തിരിക്കുന്നത്. എല്ലാം നന്നായിട്ട് ചെയ്തിട്ടുണ്ട്, ഗംഭീരമായിട്ടുണ്ട്. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു സർ. എനിക്കതിൽ വളരെ പെർഫെക്റ്റ് ആയിട്ട് തോന്നിയത് സിദ്ദിഖ പറഞ്ഞ പോലെ ഭാവനയുടെ ശബ്ദമാണ് കറക്റ്റായിട്ട്. പിന്നെ സീമ ചേച്ചിയുടെ ശബ്ദം, സായി ചേട്ടൻ്റെ, സിദ്ദിഖയുടെ പഴയ ശബ്ദമാണത്. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കിപ്പോൾ ഇപ്പോഴത്തെ സിനിമകളിൽ കാണുന്ന സിദ്ദിഖ വേറെ ടൈപ്പാണ് ഡബ് ചെയ്യുന്നത്. ഒരുപക്ഷെ ഈ സ്ക്രീനിൽ കാണുമ്പോൾ എന്താ സിദ്ദിഖിൻ്റെ ശബ്ദം ഇങ്ങനെയാണെന്ന് ചിലപ്പോൾ പിള്ളേർക്ക് തോന്നിയാൽ അവരോട് പറയുന്ന ഉത്തരവാണ് ഞാനിത്. ഇത് സിദ്ദിഖയുടെ ഒരു പഴയ ആ കാലത്തെ സിദ്ദിഖയുടെ ശബ്ദം. അപ്പോൾ അതെല്ലാം കൃത്യമായിട്ട് ഒബ്സർവ് ചെയ്തിട്ട് അനുകരിക്കാൻ ശ്രമിച്ചതിന് ഒരുപാട് നന്നായിട്ടുണ്ട്. താങ്ക് യു. താങ്ക് യു താങ്ക് യു സോ മച്ച്. ഓൾ ദ ബെസ്റ്റ്. അപ്പോൾ ഇനി നല്ലൊരു തുടക്കം ആയിക്കോട്ടെ ഇവിടുന്ന്. താങ്ക് യു സോ മച്ച് ഫോർ കമ്മിങ്. ഞങ്ങളുടെ സൈഡിൽ നിന്ന് ഒരു ഗിഫ്റ്റ് ഉണ്ട് കേട്ടോ. സിദ്ദിഖ് സർ പ്ലീസ്. ക്യൂട്ടി ദ ബ്യൂട്ടി സോപ്പ് ആൻഡ് ലണ്ടൻ ക്ലാസിക് നൽകുന്ന ഗിഫ്റ്റ് ആണ് സർ. യെസ്, അപ്പോൾ താരവിളയാട്ടം എന്ന സെഗ്മെന്റ് ഇന്നത്തെ എപ്പിസോഡിൽ കഴിഞ്ഞു. നമുക്ക് വീണ്ടും തിരിച്ചു വരാം. അപ്പോൾ ഒരു ഷോർട്ട് ബ്രേക്ക്. വെൽക്കം ബാക്ക് ടു ക്യൂട്ടി ദ ബ്യൂട്ടി സോപ്പ് കോമഡി മാസ്റ്റേഴ്സ്. ഇനി ഈ വേദിയിൽ സ്കിറ്റ്. എന്തായാലും ഇപ്പൊ നമ്മൾ മൃഗശാലയുടെ ഉള്ളിൽ കടന്നിരിക്കുകയാണ്. വളരെ രസകരമായ കാഴ്ചകളാണ് നമ്മളിവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. നിങ്ങളോട് എനിക്ക് ഒന്നേ പറയാനുള്ളൂ, എന്റെ ചാനൽ നിങ്ങൾ കാണുക മാത്രമല്ല, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. പിന്നെ ദൈവത്തെ ഓർത്ത് കമന്റ് ബോക്സിൽ വന്ന് തള്ളക്കി വിളിക്കരുത്. എന്തായാലും ഇവിടെ ഞാൻ നിങ്ങളെ ഇപ്പൊ പരിചയപ്പെടുത്താൻ പോകുന്ന ഈ പെൺകരടി സൂക്ഷിച്ചു നോക്കി, നിങ്ങൾക്ക് എല്ലാവർക്കും കാണാമെന്ന് വിചാരിക്കുന്ന ഈ പെൺകരടി ഇന്ന് കേരളത്തിലെ സോഷ്യൽ മീഡിയയിൽ വളരെയധികം വൈറലായി മാറിയിരിക്കുന്ന ഒരു പെൺകരടിയാണ്. കേരളത്തിൽ മാത്രമല്ല, ഇന്ത്യയിൽ മാത്രമല്ല, ലോകം മുഴുവൻ പ്രശസ്തിയായി കഴിഞ്ഞിരിക്കുന്നു ഈ പെൺകരടി. കാരണം വളരെ യാദൃശികമായിട്ട് ഈ കരടിയുടെ കൂട് ഒന്ന് തുറന്നു കിടന്നപ്പോൾ ഒരു കൊച്ചുകുട്ടി ഈ കൂടിനകത്ത് അകപ്പെടുകയും ഈ കരടി ആ കുട്ടിയെ കയ്യിലെടുത്ത് അതിന് ഉമ്മ കൊടുത്തതിന് ശേഷം അമ്മയ്ക്ക് തിരിച്ചു കൊടുക്കുകയും ചെയ്തു. അത് വളരെയധികം അത്ഭുതാവഹമായ ഒരു സംഭവമാണ്, നാട്ടിലെങ്ങും നടക്കാത്ത കാര്യമാണ്. അതിൽ നമുക്ക് വളരെയധികം സന്തോഷിക്കാം. അതുകൊണ്ട് തന്നെയാണ് ഈ കരടി ഇവിടെ വൈറലായത് എന്നാണ് എനിക്ക് തോന്നുന്നത്. അതുകൊണ്ട് എനിക്ക് നിങ്ങളോട് ഒന്നേ പറയാനുള്ളൂ, ഈ കരടി ഒരു കരടിയല്ല, ഇതൊരു പുലിയാണ്. പുലി പുലി. പിന്നെ നമ്മുടെ മൃഗശാലയിലെ സൂക്ഷിപ്പുകാരനായ ചേട്ടൻ ഇവിടെയുണ്ട്. ചേട്ടാ ഇവിടെ വേറെ ആരെങ്കിലും ഉണ്ടോ? ചേട്ടാ ഞാനുണ്ടല്ലോ ഇവിടെ. ചേട്ടനല്ലാതെ വേറെ മൃഗങ്ങളുണ്ടോ എന്നാണ് ചോദിച്ചത്. അല്ല, ഞാൻ ചോദിക്കുമായിരുന്നു. ഒരുപാട് മൃഗങ്ങളുണ്ട്. എന്തായാലും പ്രിയമുള്ളവരെ, ഈ കുട്ടിയെ ആ അമ്മയ്ക്ക് കരടി തിരിച്ചു കൊടുത്തില്ലായിരുന്നെങ്കിൽ ആ അമ്മയ്ക്ക് ആ കുട്ടിയെ നഷ്ടപ്പെടുമായിരുന്നു. അത് മാത്രമല്ല, എന്താണ് ആ അമ്മയുടെ അവസ്ഥ അത് നമ്മൾ ചിന്തിക്കണം. ആ അമ്മയ്ക്ക് ആ കുട്ടിയെ നഷ്ടപ്പെട്ട നിന്റെ അമ്മക്ക് നിന്നെ നഷ്ടപ്പെടാതിരിക്കണമെങ്കിൽ ഇവിടുന്ന് പോ. ഇതാണ് ഇങ്ങനെയുള്ള മൂരാച്ചികളാണ് ഇതുപോലുള്ള വ്ളോഗർമാർക്ക് എന്നും തടസ്സം എന്നുള്ളത് ഞാൻ പറയുകയാണ്. എന്തായാലും നിങ്ങൾ ഇത് കാണണം, പ്രോത്സാഹിപ്പിക്കണം. ഒരു മൊബൈൽ ഉണ്ടെങ്കിൽ ഉടനെ ഒരു ചാനൽ തുടങ്ങിച്ച് ഇറങ്ങിയൊക്കെയല്ലേ ഇങ്ങോട്ട്. എന്തോ ചേട്ടാ എപ്പോഴും ഈ കരടിയുടെ കൂട്ടിലെ ചുറ്റിനും കിടന്ന് കറങ്ങണത്? ഇത് വെറും കരടിയാണോ? വൈറൽ കരടിയല്ലേ. പിന്നെ അതന്നെല്ല, സ്പെഷ്യൽ ഓർഡർ ഉണ്ട്, ഞാൻ ഇതിന്റെ കാര്യം നോക്കിക്കോണെന്ന് പറഞ്ഞു. അതാണ് ഇവിടെ നിൽക്കുന്നത്. അതല്ലേ വേറെ എന്തോരം മൃഗങ്ങളുണ്ട്, അതിനെയൊക്കെ പോയി നോക്കാൻ പാടില്ലേ? അതല്ലേ പറഞ്ഞ സ്പെഷ്യൽ ഓർഡർ ഉണ്ടെന്ന് ഞാൻ പറഞ്ഞു. അല്ല, എന്താണ് നമ്മുടെ വെറൈറ്റി കരടിയുടെ ഇന്നത്തെ ഭക്ഷണം? ഭക്ഷണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന് വെറൈറ്റി മെനു തന്നെയാണ്. അത് രാവിലെ അപ്പവും കടലക്കറി. നീ ആ ചൂലിട്ട് ഇങ്ങോട്ട് വന്നേ. രാവിലെ അപ്പവും കടലക്കറിയും കൊടുക്കും. പിന്നെ ഒരു 10 മണിയാകുമ്പോ പപ്സ്, ഷാർജ ഷേക്ക് നിർബന്ധം. പിന്നെ 12 മണിയാകുമ്പോ മട്ടൻ ബിരിയാണി അല്ലെങ്കിൽ ചിക്കൻ ബിരിയാണി. വൈകിട്ട് 4 മണിക്ക് 2 വട, 1 ചായ.
പിന്നെ രാത്രി 8:30 ആകുമ്പോ തന്നെ ഒരു 10-35 പൊറോട്ടയും അതുപോലെ തന്നെ ബീഫ് ഫ്രൈ മസ്റ്റ് ആയിട്ട് വേണം. ബീഫ് ഫ്രൈ ഭയങ്കര ഇഷ്ടമാണ്. എന്താണല്ലേ പച്ചമീനും പച്ചിറച്ചിയും തിന്നിടന്ന് വെച്ചാൽ കരടിയാണ്. അതാണ് ഇപ്പൊ നമ്മള് മനുഷ്യരുടെ ഭക്ഷണം ഇത് കഴിക്കുള്ളൂ. അത് കഴിക്കുള്ളൂ. പിന്നെ വേറൊരു കാര്യമുണ്ട് കേട്ടാ, ഞാൻ എപ്പോഴും ഇവിടെ തൂക്കാനും തുടക്കാനും ഭക്ഷണം കൊടുക്കാനൊക്കെ വരുമ്പളേ ഇതൊരു വക എന്തോ ഒരു വശപ്പശക നോട്ടം, എന്തോ കോഴികളെ പോലെ. അതെന്നാന്നറിയാവോ, നീ ഇടക്ക് ഭക്ഷണം കൊടുക്കണല്ലോ, സ്നേഹമായിട്ട് നമ്മളെ മനുഷ്യരെ പോലെ ശരിക്കും പെണ്ണുകരടി തന്നെയാണ്. എനിക്ക് സംശയം പെൺകരടി ശ്യാമക്കരടി. അങ്ങനെയാണെങ്കിൽ എന്തോരം ആമ്പിള്ളേര് ഇവിടെ വന്ന് നിന്നെ വിളിക്കുന്നുണ്ട്. ഇതവിടെ മൂലൊക്കെ മാറിക്കിടന്നുറങ്ങും. പെമ്പിള്ളേരെ എങ്ങനെയാണ് വന്യം കണ്ടല്ലേ, ഇതിന്റെ വെപ്രാളൊന്നും കാണണം. നമ്മള് മനുഷ്യരെ പോലെ അങ്ങനെയാണെങ്കിൽ ഞാൻ വേറൊരു കാര്യം പറയട്ടെ. ഞാൻ കഴിഞ്ഞ ദിവസം ഭക്ഷണം കൊടുക്കാൻ വന്നപ്പോ എന്റെ കയ്യില് നഖം വെച്ചിട്ട് ഇങ്ങനെ ഒരു തോന്നിയാ എനിക്ക് അങ്ങനെ എന്തോ എന്തായാലും നന്നായി. വയറിലായ കരടിയല്ല തോണ്ടി, അല്ലെ ഇവിടെ കിടക്കുന്ന ചിമ്പാൻസിയും കുരങ്ങൊന്നും നിന്നെ തോണ്ടിയില്ല. നീ ചെന്നേ എനിക്ക് ഇത്തിരി ട്രെയിനിങ് കൊടുക്കാനുള്ള പരിപാടി. നീ ഇവിടെ അപ്പുറത്ത് ആ സിംഹമൊക്കെ കിടക്കണത്ത് പോയി തൂക്ക്. അവിടെ ആകെ വൃത്തികേടായിട്ട് കിടക്കാണ് കേട്ടാ. എടി നിനക്ക് എന്താടി ഈ ആമ്പിള്ളേരെ കാണുമ്പോ ഇത്ര ഇളക്കം? നീ ഇങ്ങോട്ടിറങ്ങിക്കടി, ഇങ്ങോട്ടിറങ്ങിക്ക്. നിനക്ക് 3 നേരവും ഭക്ഷണവും തന്ന് നല്ല ഒന്നാം തരത്തിൽ നിന്നെ നോക്കുമ്പോ നീ ആണുങ്ങളെ കാണുമ്പോ ഇങ്ങോട്ട് വാടി, ഇങ്ങോട്ട് വാ, നിന്നെ റെഡിയാക്കി തരാം. ഇങ്ങോട്ട് വാടി, നടന്ന് വാടി. എന്താണൊന്നും കഞ്ഞിവെള്ളം പോലെ കുടിക്കാത്ത പോലെ ഇങ്ങി വാ. നിനക്ക് എന്താടി ഇത്ര ഇളക്കം? നിന്റെ വായിൽ എന്താടി പഴവാണ്? നീ എന്താ ഒന്നും മിണ്ടിയല്ലേ നീ? നിനക്ക് ഞാൻ റെഡിയാക്കി തരാം. ആരെങ്കിലും ഈ ഒറ്റ കാരണമാണ് 10-20 ദിവസമായിട്ട് ഞാൻ ഇതിനകത്ത് കിടന്ന് അനുഭവിക്കുന്നത്. ഞാൻ കേട്ടടാ, എടാ നിന്റെ കയ്യിൽ നിന്ന് ഒരു കൈമോശം സംഭവിച്ച് ഈ കൂട്ടി കിടന്ന കരടിയത്ത് മൂർഖ പറയൂടാ. ഞാൻ മൂർഖ പറയൂടാ. നിന്റെ കൈമോശം സംഭവിച്ച് ഇതിനകത്ത് കിടന്ന ഒരു കരടി മരിച്ചു. എന്നിട്ട് രായ്ക്ക് രാമാനം ഒരു മനുഷ്യനറിയാതെ നീ ആ കരടിയെ കുഴിച്ചിട്ട് എന്നിട്ട് എന്നെ ഈ കരടിയുടെ വേഷം കൊട്ടി നീ ഈ കൂട്ടിനകത്തിട്ട് എത്ര ദിവസമാണ് നീ? എടാ വെറുതെ അല്ലല്ല, നിനക്ക് ഞാൻ ശമ്പളം തന്നെയല്ലേ, 3 നേരം വയറ് നിറച്ച് ഭക്ഷണം തന്നെയല്ലേ, പിന്നെ ക്വാർട്ടർ തന്നെയല്ലേ മേടിച്ച്? എന്താ പറഞ്ഞ? പിന്നെ ഒരു ക്വാർട്ടർ ബോട്ടിൽ മേടിച്ച് നിനക്ക് തന്നെയല്ലേ? നീ എനിക്ക് 300 കുണുവേലാണ് നീ എനിക്ക് വെറുതെ ഒരു പണിയും വില ഇല്ലാതെ നിനക്ക് 300 കുണുവ വലുതല്ലേ നിനക്ക് കിട്ടിയില്ലേ? പണിയും വില ഇല്ലാതാ. പിന്നെ ഭക്ഷണം അകത്തോട്ട് പോയപ്പോ അത് വെളിയിലോട്ട് വന്നത് ഒരു കൂടെ വേണം. അതല്ല മൂത്രം ഒഴിച്ചിട്ട് എത്ര ദിവസം അറിയാം? അത് ഞാൻ അറേഞ്ച് ചെയ്യാം. നീ ബഹളം വെക്കൽ ആരെങ്കിലും ഒക്കെ വന്ന് കണ്ടു കഴിഞ്ഞാൽ കുഴപ്പമാവും. എനിക്ക് നിറവറായിട്ട് നിൽക്കുന്ന ഒരു ഭാര്യയുണ്ട്, 3 പിള്ളേരുണ്ട്. അതുങ്ങളെ കണ്ടിട്ട് എത്ര ദിവസം അറിയാടാ? അയ്യോ അളിയ സോറി, ഒരു കാര്യം പറയാൻ വിട്ടുപോയി. ഇന്നലെ നിന്റെ ഭാര്യ പ്രസവിച്ചെന്നും പറഞ്ഞ് നിന്റെ അളിയൻ വിളിച്ചിരുന്നു. ആൺകുഞ്ഞി. ദൈവമേ, ദൈവത്തിന് നന്ദി. അതിരിക്കട്ടാ, ഈ എനിക്കുണ്ടായ കുഞ്ഞില്ലേ അത് ഈ കരടിയെ കണക്കൊക്കെ ഇരിക്കാന്നറിയാം. എടാ ഇതിനകത്ത് കിടന്നിട്ട് കരടിയാണോ ഞാൻ മനുഷ്യനാണോന്ന് അറിയാമോ? ആ പടം ദിക്കട പൊട്ടിയിരിക്കുകയാണ്. ഇത് പണിയായല്ല. നിനക്ക് കണ്ണ് കാണാവിടെ? കണ്ണല്ല, അപ്പൊ ഞാൻ മല്ല പറഞ്ഞു. ഞാൻ കരുതരാം. ഞാനൊന്ന് പുറത്തിറക്കിയാ ബോറടിക്കണമെന്ന് ചേട്ടാ. ഓഫീസിലൊരു ഫോൺ വന്നിട്ടുണ്ട്, ഇങ്ങോട്ടൊരു VIP ഗസ്റ്റ് വന്നിട്ടുണ്ടെന്ന്. വരുമല്ലേ MLA MP എല്ലാരും വരും. കാരണം വൈറൽ കരടി കാണാനാ വന്നേന്ന് പറഞ്ഞ ഞാൻ ജിറാഫിന്റെ കൂടിന്റെ അടുത്തുണ്ടാവും. ജിറാഫിന്റെ അടുത്ത് എടാ നിന്നെ കാണാൻ MLA വരുന്നത്. ഏത് MLA ആണെന്ന് അറിയാമോ? എടാ നിന്റെയൊക്കെ മണ്ഡലത്തിലെ സുമേഷ് തമ്പി MLA നിന്നെ കാണാനായിട്ട് വരുന്നത്. കുഴപ്പമില്ലേ, അഭിനയിച്ച് കൊളാക്കല്ലേ കേട്ടാ. നീ പോടാ, നിന്റെ പണി കണ്ണൊക്കെ കാണാനല്ല. എന്താണ് വിളിക്കുന്നത്? കരടിയെ കാണാമെന്ന സന്തോഷത്തിൽ ഞാൻ എല്ലാവരും മറന്നുപോയി. എന്നെ കുറിച്ച് പറ, കേറ്റി വിളിക്ക്. എന്നാണോ വിളിക്കുന്നത്? എന്താ വിളിക്കണ്ട, അവിടെ നിന്നാ മതി. ഹലോ, നമസ്കാരം. അതെ, ഈ കരടിയുടെ കാര്യങ്ങളൊക്കെ നോക്കുന്ന ആരാ? വേണുവാണ് സാറേ. ആ വേണുവിനെ വിളിക്ക്. അല്ല ഞാനാണ് വേണു. താനാണ് വേണു. അതെ, എന്റെ മണ്ഡലത്തിൽ ഇങ്ങനെ ഒരു വൈറൽ കരടിനെ കണ്ടില്ലെങ്കിൽ അതൊരു വിഷയമാണല്ലോ. അല്ല MP മറ്റു മന്ത്രിമാരും ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു കാണാനായിട്ട്. ഞാൻ വന്നതിന്റെ ഉദ്ദേശം വേറെയാണ്. പറ സാർ. എനിക്ക് ഈ കരടിയുടെ ഒരു സെൽഫി എടുക്കണം. അത് കരടി സമ്മതിക്കോ? അത് ഇയാളില്ലോട് കൂടെ ഒരു കരടിക്ക് മറ്റൊരു കരടിയെ കണ്ടുകൂടുന്നാണ് പറയുന്നത്. താൻ എന്ത് വർത്താനോട് പറഞ്ഞത്? താൻ എന്ത് വർത്താനോട്? ഇതൊരു ബോഡി ഷെയ്മിംഗ് ആണ്, ഇങ്ങനെ പറയാൻ പാടില്ല. ആർക്ക്? കരടിക്ക്. അതെ, നിങ്ങള് കുറെ വർഷമായിട്ട് പരിചയമുണ്ടോ കരടിയെ? അയ്യോ, ഞങ്ങള് കുഞ്ഞുനാൾ പോലെ ഒന്നിച്ച് കളിച്ചോളന്നല്ലേ. അങ്ങനെയല്ല, ഏതാണ്ട് എന്റെ പ്രായം വരും. കരടി കാട്ടിലും ഞാൻ വീട്ടിലും. അങ്ങനെയല്ലേ? നിങ്ങൾ ഒന്നുകൊണ്ടും പേടിക്കണ്ട, നിങ്ങളുടെ കാര്യങ്ങളെല്ലാം ഞാൻ ഏറ്റിട്ടുണ്ട്. നിയമസഭയിൽ ഞാൻ അവതരിപ്പിക്കുന്നുണ്ട്. വിത്ത് തനിക്കൊരു പ്രൊമോഷൻ. നല്ല കാര്യം സാറേ. അല്ലിരിക്കപ്പോ ഒരു സെൽഫി സാർ ഇവിടെ നിന്ന് ഞാൻ ഇങ്ങോട്ട് വിളിക്കാം. അങ്ങോട്ട് വിളിച്ചു കയറണ്ട. ശ്യാമേ, പേര് ശ്യാമേന്നാ സാറേ. ശ്യാമയാണല്ലേ? വിഷയങ്ങളൊന്നും ഇല്ലല്ലേ? ഒന്നുമില്ല, കൂടെ തന്നെ നിൽക്കണം കേട്ടോ. ഒന്നുമില്ല ശ്യാമേ, ഉപദ്രവിക്കുന്നില്ല സാർ. ഞാനിവിടെ കൂടെ തന്നെ. നമ്മുടെ MLA ആണ്. ഒരു അടിപൊളി സെൽഫി ആയിരിക്കും. തോമസ് സാർ പാവാ. എന്തിനാ ഇങ്ങനെ പറയണത്? അല്ല, ഈ
എക്സിറ്റ് വഴി ഈ ഡയലോഗ് അറച്ച് അയ്യോ പിടിച്ചു മാറ്റണോ സാറിങ്ങോട്ട് സാറേ സാറ് മുന്നിൽ കിടന്ന് ഓടല്ലേ നീ എന്ത് പണിയാണ് കാണിച്ചത് നീ എന്ത് പണിയാണ് കാണിച്ചത് നിന്റെ കാല പഠിച്ച ഒറ്റ അടിയാണ് നിങ്ങളുടെ മണ്ഡലത്തിലെ MLA ഞാൻ പറഞ്ഞില്ല ജയിച്ചു അവൻ രണ്ടെണ്ണം കൊടുക്കണമെന്ന് ഞാൻ ഒരുപാട് നാളായിട്ട് വിചാരിക്കാം. എന്ത് കാര്യത്തിന്? എടാ ഞാനൂടെ കഷ്ടപ്പെട്ടിട്ടാണ് അവൻ ജയിച്ച് MLA ആയത്. പാർട്ടിക്ക് വേണ്ടി എത്ര വോട്ട് ഞാൻ പിടിച്ചെന്നറിയാവോ? എന്നിട്ട് എന്റെ ഒരു വീടിന്റെ കാര്യത്തിന് അവന്റെ MLA ഓഫീസിൽ ഞാൻ ചെന്നപ്പോഴേ അവൻ എന്നെ കണ്ട പാവം നടിക്കുന്നില്ല. അവൻ എന്നെ അറിഞ്ഞുകൂടാ. അവൻ കരടിയുടെ വേഷത്തിൽ നടന്ന കൊടുത്തല്ലേ എനിക്ക് കൂട്ടരെല്ലാം അങ്ങനെ നീ ഇവിടെ കിടന്ന് വളവളാന്ന് വർത്താനം പറയല്ലേ. ഇതെടുത്ത് വെച്ച് നീ എന്റെ പണി കളയിപ്പിക്കല്ലേ. ഫുഡും കാശും ഒക്കെ തന്നെ എടുത്ത് ദൈവമേ പണിയായല്ല. എടാ സാറ് വരുന്നുണ്ട്. വേണോ? അയ്യോ സാറേ കാര്യങ്ങളൊക്കെ എങ്ങനെ പോകുന്നു? കാര്യങ്ങളൊക്കെ സ്മൂത്ത് ആയിട്ട് പോകുന്നു സാർ. ഭക്ഷണമൊക്കെ എങ്ങനെയുണ്ട് കൊടുക്കുന്നത്? അയ്യോ എനിക്ക് എന്താണെന്നറിയാമോ, ഈ ഷുഗറും കൊളസ്ട്രോളും ഒക്കെ ഉള്ളതുകൊണ്ട് 3 നേരം കറക്റ്റ് ആയിട്ട് ഭക്ഷണം കഴിച്ചത് ഞാൻ തലവിറ്റ് വീഴും. തന്റെ ഭക്ഷണത്തിന്റെ കാര്യമല്ലേ ചോദിച്ചേ? കരടിക്ക് കൃത്യമായിട്ട് ഭക്ഷണം കൊടുക്കുന്നുണ്ടോ ചോദിച്ചേ? അയ്യോ 4 നേരം അളിയൊരു ഉഗ്ര ഫുഡല്ലേ. ഈ 24 മണിക്കൂർ ഇതിന്റെ കൂടെയാണല്ലോ ഞാൻ. ഒരു വാടാപോടം എന്താ ഇപ്പൊ അളിയ അമ്മാവ മച്ചാനത്തൊക്കെ വിളിക്കും. കരടിക്ക് 4 നേരം നല്ല രീതിയിൽ ഭക്ഷണം കൊടുക്കുന്നുണ്ട്. നോക്കട്ടെ ഇങ്ങനെ വന്ന് ഇവന്റെ കണ്ണിനൊക്കെ ചെറിയൊരു മഞ്ഞപ്പൊക്കെ കാണുന്നുണ്ടോ? ഇല്ല സാർ, ഒരു കുഴപ്പമില്ല. ക്ഷീണമുണ്ടല്ലോ? ഒരു ക്ഷീണവും ഇല്ല സാർ. നല്ല ക്ഷീണമുണ്ട്. ഇല്ല സാറേ, നല്ല ക്ഷീണമുണ്ട്. ക്ഷീണമൊന്നുമില്ല. 4 നേരം ഉഗ്രം ഫുഡാ ഭക്ഷണം കൊടുക്കുന്നുണ്ടല്ലേ? ഒരു കാര്യം തനിക്ക് നോക്കാൻ വല്ല ബുദ്ധിമുട്ടുവാണെങ്കിൽ താമണെങ്കിൽ 3-4 ദിവസം ലീവ് എടുത്തോ. എനിക്ക് ലീവൊന്നും വേണ്ട. ലേതം നോക്കുവാ സമയത്ത് ലീവൊന്നും വേണ്ട. ഇതിന്റെ കാര്യം ഞാൻ തന്നെ നോക്കണം. ഞാൻ നന്നായിട്ട് ഇറങ്ങിയേക്കണം. പിന്നെ ഒരു ഗുഡ് ന്യൂസ് പറയാറുണ്ട് വേണു. എന്താണ് സാർ? അടുത്ത പ്രാവശ്യം വിദേശത്തുനിന്ന് നമ്മുടെ ഒരു ഹിമക്കരടിയെ കൊണ്ടുവരുന്നുണ്ട്. അടിപൊളി. അതിനെ വേണു തന്നെ ട്രെയിൻ ചെയ്യണം. അത് തന്നെയല്ല, ആ ഹിമക്കരടിയെ നമ്മള് ഇവളുടെ കൂടെയാണ് അക്കോമഡേഷൻ കൊടുക്കുന്നത്. അയ്യോ അയ്യോ അയ്യോ, അതങ്ങനെയല്ല. അയ്യോ 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 അഞ്ജന കണ്ണെഴുതി അവിടെ പാടുവോ സാർ? പിന്നെ പാടുവോ? പാടും. 4 പേര് പാടട്ടെ. വേണ്ട വേണ്ട, എനിക്ക് പാട്ട് കേൾക്കണ്ട. അവിടെ കുരങ്ങുണ്ട്, കുരങ്ങിന്റെ കൂട്ടി പോയി പാടാം. അവന് ഭയങ്കര ഇഷ്ടമാണ്. ഒരു കാര്യം ചെയ്യും, മയിലിന്റെ കൂട്ടി പോയി പാടാം. അത് മയിലിന്റെ കൂട്ടി പോയി. മയിലാടും കുന്നു മറന്നേ പോയോ. വൈകിട്ട് കൂടണം. പണ്ട് കളി വീശി പിടിച്ചതും പുഴവീം പിടിച്ചതും മറന്നു പോയോ. വന്നെങ്കിൽ പെട്ടെന്ന് ഇപ്പൊ നീ വന്നടാ. എനിക്ക് പറഞ്ഞേട്ടാ ഒരു കരടി കൂടി വരുന്നുണ്ടെന്ന്. വരുന്നുണ്ട്. അതിനെ ഞാൻ തന്നെ ട്രൈ ചെയ്യണമെന്ന്. കുഴപ്പമില്ല, ഞാൻ അഡ്ജസ്റ്റ് ചെയ്തോളാം. പക്ഷേ ഞാൻ മനുഷ്യനാണ്, വരുന്ന ഒറിജിനൽ മൃഗമാണ് കരടി. അതിനെന്താ? അല്ല കുഴപ്പമില്ല, നിന്നെ ബംഗാളികൾ പൊറോട്ട വലിച്ചു കീറുന്ന പോലെ ആ കരടി വലിച്ചു കീറായിരുന്നാ മതി. പിന്നെ അഥവാ അങ്ങനെ വലിച്ചു കീറിയാലും നിന്നെ കൊണ്ടൊരു ഗുണമുണ്ട്. എന്ത് ഗുണം? ഈ കപ്സയുടെ മസാല തേച്ചിട്ട് നിന്നെ പൊരിച്ചെടുക്കാം. ആവശ്യമില്ലാത്ത വർത്താനം പറയാം. കൂടുതൽ ഷൈൻ ചെയ്യല്ലേ. ഒരു കാര്യം ഞാൻ പറയാം, പെണ്ണുങ്ങൾ വന്നു കഴിയുമ്പോൾ ഇവിടെ നല്ല ഇളക്കമൊന്നും വേണ്ട. അവർക്കൊക്കെ ഡൗട്ട് അടിക്കാം അല്ലേ? ഡൗട്ടാണ്. ഞാൻ ഇച്ചിരി ഇളകും, പെണ്ണുങ്ങളെ കാണാൻ ഞാൻ ഇച്ചിരി. സായിപ്പൊക്കെ വരുന്നുണ്ട്. സായിപ്പും ആൾക്കാരെ കാണാൻ വരുന്നുണ്ട്. വൈറലായ നീ നോക്കിക്കോ, സോഷ്യൽ മീഡിയയിൽ നിന്റെ ഫോട്ടോ മാത്രമേ ഉള്ളൂ. ഈ കരടിയൊക്കെ സമ്മതിക്കണം അല്ലേ? എന്താടാ? അല്ല ജീവിതകാലം മുഴുവൻ ഇത് ഇട്ടോണ്ട് നടക്കുന്നത്. അല്ലടാ, എനിക്ക് തലയെങ്കിലും ഊരാൻ കരടി എന്ത് കിട്ടും? This is a wild beer? Yes sir, yes sir. Really? Beer? It's a wild beer. I heard it's dancing. Can I dance with her? ഡാൻസ് കളിക്കണോ? ഒന്ന് ചോദിച്ചോട്ടെ. പിന്നെ ഡാൻസ് കളിക്കണോ സായിപ്പിന്റെ കൂടെ? കണ്ട വെള്ളക്കാരൻ്റെ കൂടെ ഡാൻസ് കളിക്കാൻ കിട്ടത്തില്ല. ഈ ഒരു കാര്യം ഞാൻ മദാമയോട് പറയാം, നമുക്ക് കൂട്ടി കയറ്റി വിടും. കൂട്ടി കയറ്റിയൊന്നും വിടത്തൊന്നുമില്ല. മദാമയാണെ കളിക്കാല്ലേ വേണ്ട, മദാമയാണെ കളിക്കാല്ലേ. സാർ പിന്നെ സാറിന്റെ കൂടെ ഡാൻസ് ഇല്ല, താല്പര്യമില്ല. ഇല്ല. ഷീസ് ഗേൾ. അതുകൊണ്ട് മാഡത്തിന്റെ കൂടെ ഡാൻസ് ചെയ്യാം. ഓക്കേടാ, ഭയങ്കര സന്തോഷമായിരിക്കും ഡാൻസ് ചെയ്യാനായിട്ട്.
മതി 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 എടാ ഭ്രാന്താ. നീ എന്താ ഒരു വട്ടം പിടിച്ച് എന്തിന്റെ വട്ടം പറഞ്ഞത്? പിന്നെ നീ എന്നെ കാണിച്ച് ഞാൻ നിന്റെ മര്യാദയ്ക്ക് പറഞ്ഞ പെണ്ണുങ്ങൾ വരുമ്പോ മാത്രം എന്താ നീ എന്നെ ഇത് അടക്കം പിടിച്ചു? പെണ്ണുങ്ങൾ വരുമ്പോ ഇങ്ങനെ ഏർപ്പിടിച്ച് എന്റെ പണി പോരാവാ. ഇത് നടക്കത്തില്ല. ഈ നടപടി മുന്നോട്ട് പോകത്തില്ല. എങ്ങനെ മുന്നോട്ട്? ഞാൻ ജോലി രാജിവെക്കുന്നു. ഇതാന്റെ രാജിക്കത്ത്. നീ രാജിവെക്കരുത്, രാജിവെക്കരുത്. നിനക്ക് 3 നേരം ഭക്ഷണം തരണ്ട, ഒരു പൈന്റ് തരണ്ട, 300 രൂപ ദിവസക്കൂലി തരണ്ട. പിന്നെ നിനക്ക് എത്ര കുഴപ്പം? എടാ നീ എന്റെ മറവി ഇവിടെ ഒരുപാട് കള്ളത്തരം നടത്തുന്ന കേസ് എനിക്കറിയാം. എന്ത് കള്ളത്തരം? ഇവിടെ മൃഗങ്ങൾക്ക് തിന്നാൻ കൊണ്ടുവരുന്ന ഇറച്ചിയും മീനും ഒക്കെ അപ്പുറത്തെ ശ്രീഭദ്ര ഹോട്ടലിൽ നീ കൊണ്ട് വിറ്റ് പൈസ മേടിക്കുന്ന കേസ് എനിക്കറിയാം. ഞാൻ പറയും അത് ഞാൻ നിനക്ക് എന്തെങ്കിലും തരായില്ലെന്ന്. നീ എനിക്കൊരു കുന്തം തരണം. നീ ഇത് പിടിച്ചു വെച്ചേ. നീ എന്നെ തല്ലാനായിട്ട് ഞാൻ നിന്നെ എന്ത് ചെയ്യണോ? എനിക്ക് നടക്കല്ല. ഞാൻ ഇട്ടിട്ട് പോകുന്ന ഞാൻ കൊന്നച്ച ഞാൻ ഇവിടെ ഇത് വെക്കട്ടെ. ഇത് വെക്കണ്ട, ഇത് വെക്കണ്ട. ആരെങ്കിലും വന്ന് കണ്ടു കഴിഞ്ഞാൽ എന്ത് കളിയാ വെച്ചിട്ടിരിക്കാനാ? ഇത് വെച്ചേ, പിടിച്ചേ, ഇത് വെച്ചേ, വെച്ചാ. നീ നോക്കാതെ നീ സേഫാണല്ലോ. ഞാൻ സേഫ് നോക്കാതെ ഞാൻ തരാടാ. ഇനി നീടി ആരെങ്കിലും വന്ന് കണ്ടാലും കുഴപ്പമില്ല. നീ പരി നോക്കടി. കരടിയൊന്നും അല്ല ഇത്. ആരോടെ ഞാനത് പറയണ? ഞാൻ കൊണ്ടുവന്നോണ്ട് വന്യജീവികളെ ഉപദ്രവിച്ചു കഴിഞ്ഞാൽ മൃഗസംരക്ഷണ വകുപ്പ് കേസിലൊക്കെ തന്റെ ജോലിയും പോകുന്ന അറിയത്തില്ലേ? ഉപദ്രവിച്ചല്ല സാർ, ഒരു സിനിമാ സംവിധാനം വിളിച്ചായിരുന്നു. അപ്പൊ ആ സിനിമയിൽ കരടി ഇവളെ നായികയാക്കിക്കൊണ്ട് ഒരു പടം ഞാനപ്പോ അഭിനയിക്കേണ്ട രീതി. നമ്മുടെ സാമക്കരടി സിനിമയിൽ അഭിനയിക്കാൻ പോകുന്നു. അപ്പൊ നമ്മുടെ ഈ മൃഗങ്ങളാവും മൊത്തം വരുമല്ലോ സിനിമയില്. തീർച്ചയായിട്ടും സാറൊക്കെ ഉണ്ടാവും. ഒരുപാട് സാമക്കരടി വന്നു പൊടിയിരിക്കണം. അല്ല പൊടിയിരിക്കണം എന്ന് ഞാൻ പറഞ്ഞ തട്ടിയപ്പോ ആണല്ലേ? ഇവന് ഭക്ഷണമൊക്കെ കൃത്യമായിട്ട് കൊടുക്കണുണ്ട്. ഈ ഭക്ഷണം കൊടുക്കുക മാത്രമല്ല, പിന്നെ കാര്യം ഈ മൃഗങ്ങൾക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാലേ അവർക്ക് ചില ആഗ്രഹങ്ങളുണ്ടല്ലോ. മനുഷ്യനത് പറയാൻ പറ്റും, പക്ഷെ മൃഗങ്ങൾക്ക് അത് പറയാൻ പറ്റത്തില്ലല്ലോ. സാറേ ഇവക്ക് എന്ത് ആഗ്രഹം ഉണ്ടെങ്കിലും എന്നോട് പറയാൻ ഞാൻ സാധിച്ചു കൊടുക്കാം. പറഞ്ഞാൽ സാധിക്കാൻ പറ്റുന്ന ആഗ്രഹമല്ല സാറേ. ഞാൻ പൊന്നുപോലെ നോക്കാം. ഞാൻ നമ്മുടെ സാമക്കരടിക്ക് വേണ്ടി ഞാൻ ചെറിയ ചെറിയ ആഗ്രഹങ്ങളൊക്കെ സഹായിച്ചു കൊടുത്തിട്ട് വരാം. ആണോ? ഞാൻ ജസ്റ്റ് നടന്നിട്ട് വരാം. വേണോ സാർ? വേണം. അല്ല പരിചയമില്ല സാർ. നമ്മുടെ സാറ് സ്വന്തം സാറാണേ. സാമക്കരടി രക്ഷപ്പെട്ട് ദൈവമേ ഈ കാലിനെ കൊണ്ട് എവിടെയാണ് പോണത്? ഈ കരടി ആണെങ്കിൽ എന്റെ ഒരു കയ്യാപത്തം കൊണ്ട് ചത്തും പോയി. ഇനി ഒരു പുതിയ കരടീനെ ഇവിടുന്ന് കൊണ്ടുവന്നിട്ട് ഈ എന്താണ്? അയ്യോ എന്നെ കൊല്ലാൻ കൊണ്ടുപോയി. നിന്നെ കറങ്ങാൻ കൊണ്ടുപോയിട്ടാ? കറങ്ങാനാ? നീ തന്നെ ഊരിക്കൊണ്ടുവന്നേക്കണം. എടാ അപ്പുറത്ത് ആൺകരയുടെ കൂടില്ലേ, ആ ആൺകരയുടെ കൂട്ടിലോട്ടാണ് ആ കാലിൽ തന്നെ കൊണ്ടിട്ടത്. അയ്യോ എന്നിട്ട് ആ ആൺകരയോട് അയാൾ പറയാണേ, ഒരുപാട് നാളായില്ലേ ഒറ്റയ്ക്ക് കിടക്കുന്നത്, എൻജോയ് എന്ന്. എൻജോയ് ചെയ്യാൻ പാടില്ല. ആ കരടി ചുമ്മാ ആവശ്യമില്ലാത്തടത്ത് എല്ലാം കയറി പിടിക്കുന്നു. ചുമ്മാ ശരിയാത്ര. ഞാൻ ഈ ജോലി രാജിവെച്ചു. നീ രാജിവെക്കല്ലേ? ഇല്ലടാ ഞാൻ പോണേ, എനിക്ക് വയ്യ. എന്റെ പണി പോകും നീ പോയി കഴിഞ്ഞാ. ഞാൻ ഇവിടുന്ന് പോയി കഴിഞ്ഞാൽ നിന്റെ പണിയല്ലേ പോത്തുള്ളൂ. പക്ഷെ ഞാൻ ഇവിടുന്ന് ഇപ്പൊ പോകാതിരുന്ന എന്റെ ജീവനും പോവും, എന്റെ മാനവും പോകണ. ക്യൂട്ടി ദ ബ്യൂട്ടി സോപ്പ് കോമഡി മാസ്റ്റേഴ്സിന്റെ ഇന്നത്തെ ഈ 1 hour ഹാപ്പി ടൈം ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യാനുള്ള ടൈമായി. അപ്പോൾ ഇന്നത്തേക്ക് ബൈ, ഗുഡ് നൈറ്റ്, ടേക്ക് കെയർ. Costume courtesy for Nadir Shah and Mamukoya. London classic casual shirts. Jewelry courtesy for Gopika. Planet Jewel. Costume courtesy for Gopika. Lagire.